الصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم خذ بيدي قلت حيلتي أدركني أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفمن زين له سوء عمله فرآه حسنا فإن الله يضل من يشاء ويهدي من يشاء فلا تذهب نفسك عليهم حسرات إن الله عليم بما يصنعون صدق الله العلي العظيم صدق ما بلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ആദരണീയരായ ഉസ്താദുമാർ, നാട്ടിലെ കാരണവന്മാർ, യുവാക്കൾ, ഉമ്മബെങ്ങന്മാർ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിൽ സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുകളുടെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള 3 ദിവസങ്ങളിലായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മഹത്തായ പരിപാടിയുടെ സമാപന വേദിയിലാണ് നാം ഉള്ളത്. അല്ലാഹു നമ്മുടെ ഈ മഹത്തായ സംഗമം നമുക്ക് ഈമാനും തഖ്വയും വർദ്ധിക്കാൻ അല്ലാഹു കാരണമാക്കി തരട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ആദരണീയരായ ഖുറത്തു സാദാത്ത് കൂറത്ത് തങ്ങൾ നമുക്ക് നല്ല ഉപദേശം തന്നു, ദുആ ചെയ്തു തന്നു. ഇനി വൈകാതെ തന്നെ നമ്മുടെ ഈ മഹത്തായ സദസ്സിന് ഉപദേശം നൽകാനും സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാനും ആദരണീയരായ മുത്തന്നൂർ തങ്ങളവരുകൾ
വന്നുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ തന്നെ ഇൻഷാ അല്ലാഹ് തങ്ങളവരുകൾ ഇവിടെ എത്തിച്ചേരും. അതിൻ്റെ ഇടക്ക് തങ്ങളവരുകൾ ഇവിടെ വരുന്നത് വരെ അല്പം സംസാരിക്കാനാണ് എണീറ്റ് നിന്നത്. ഈ പ്രദേശം ഞാനിതിനു മുമ്പും ഇവിടെ ഒന്നിലധിക തവണകളിലായി വഅദ് പറയാൻ വന്നിട്ടുണ്ട്. ധാരാളം മഹാന്മാരായ സാദാത്തുക്കളും ആലിമീങ്ങളുമെല്ലാം എല്ലാ വർഷവും ഇവിടെ വന്നിരുന്ന ഒരു നാടാണ്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സയ്യിദുന താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവരുകൾ അവിടുത്തെ വഫാത്തിനോട് അടുത്ത സമയം വരെ പല തവണ ഈ നാട്ടിൽ വന്നിരുന്നു എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അതുപോലെ നമ്മുടെ എല്ലാവരുടെയും ഗുരുവര്യർ ശൈഖുന സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനവരുകളും ഇവിടെ കാലൂന്നിയ നാടാണ് ഈ പ്രദേശം. അല്ലാഹു അതിൻ്റെ എല്ലാ ബർക്കാത്തുകളും ഖൈറാത്തുകളും ഈ നാട്ടിൽ എക്കാലത്തും അല്ലാഹു നിലനിർത്തി തരട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ അടിമകളായ മനുഷ്യർ ആ മനുഷ്യരെ അല്ലാഹുവിൻ്റെ ചിന്തയിൽ നിന്ന് മാറ്റിയെടുക്കാൻ, അടർത്തിയെടുക്കാൻ ഒരുപാട് കുൽസിത ശ്രമം മനുഷ്യന്റെ ശത്രുവായ പിശാചിയിൽ നിന്ന് ഉണ്ടാകും എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ആ പിശാചിനെ എപ്പോഴും നിങ്ങൾ ശത്രുവായി കാണണം എന്ന് ഖുർആനിൽ അല്ലാഹു തആല മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന ശൈത്വാന ലക്കും അദുവ്വും ഫത്തഖിദൂഹു അദുവാ. തീർച്ചയായും പിശാച് നിങ്ങളുടെ ശത്രുവായതുകൊണ്ട് തന്നെ ആ ശൈത്വാനിനെ ശത്രുവായി തന്നെ കാണണം. കാരണം പിശാച് ഇവിടെ നടത്തുന്ന ഒരു പ്രവർത്തനം ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. പിശാച് എപ്പോഴും തനിക്ക് അനുയായികളെ ഉണ്ടാക്കാൻ ശ്രമിക്കും. ആ അനുയായികളുടെ എണ്ണം വർദ്ധിക്കാനുള്ള ശ്രമങ്ങൾ പിശാചിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. എന്തിനാണ് അങ്ങനെയൊരു അനുയായികളെ പിശാച് ഉണ്ടാക്കാൻ കാരണം? ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. ആ അണികൾ മുഴുവനും നരകക്കാർ ആകാൻ വേണ്ടിയും നരകത്തിൽ പോകാൻ വേണ്ടിയുമാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു. അങ്ങനെ പിശാചിയുടെ അനുയായികളായി നരകക്കാർ ആയാൽ അല്ലദീന കഫറു ലഹും അദാബുൻ ശദീദ്. ആ പിശാചിയുടെ അനുയായികളായാൽ നരകക്കാരായാൽ അവർക്ക് ശക്തമായ ശിക്ഷയുണ്ട്, ശക്തമായ അദാബുണ്ട്. എന്നാലോ ശൈത്വാനിന്റെ ചതിയിൽ പെട്ടുപോകാതെ, പിശാചിയുടെ ചതിയിൽ പെട്ടുപോകാതെ നല്ല ഉറച്ച ഈമാനുള്ള ആളുകൾ, ഈമാൻ ഉള്ളതോടൊപ്പം അതനുസരിച്ച് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, അവരെ കുറിച്ച് അല്ലാഹു തആല ഖുർആനിൽ പറയുകയാണ്,
വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി ലഹും മഗ്ഫിറതും വഅജ്റുൻ കബീർ. അവരുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. അവർക്ക് അല്ലാഹു തആല ദോഷം പുറത്തു കൊടുക്കും. പോരാ വഅജ്റുൻ കബീർ, ചെറിയ പ്രതിഫലം ഒന്നുമല്ല, വലിയ പ്രതിഫലം അല്ലാഹു തആല അവർക്ക് നൽകുന്നതാണ്. സത്യവിശ്വാസികൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഈമാനാണ്. പതറിപ്പോകാത്ത ഈമാൻ, തളർച്ചയില്ലാത്ത ഈമാൻ, തകർച്ചയില്ലാത്ത ഈമാൻ. ആ ഈമാൻ ഉണ്ടെങ്കിലോ ഏത് സമയത്തും യജമാനനായ റബ്ബിന്റെ സഹായമുണ്ടാകും. അതാണ് ഇവിടെ ഇത്രയും നേരം നമ്മെ ഉപദേശിച്ച ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ ഉപദേശിച്ചത്. അതാണ്, ഈമാനുണ്ടോ ഒന്നും ഭയക്കേണ്ടതില്ല. യജമാനനായ റബ്ബിന്റെ സഹായം എപ്പോഴും ഉണ്ടാകും. അത് എവിടെ വെച്ച് വേണമെങ്കിലും ഉണ്ടാകും. ആരുമില്ലെങ്കിൽ തന്നെ അതേ സ്വീകരിക്കാനും സഹായിക്കാനും റബ്ബുണ്ടല്ലോ. അതുകൊണ്ടല്ലേ നിങ്ങളൊന്ന് നോക്കൂ, ശൈഖ് അബുൽ ഫവാരിസ് ഷാഹീൻ അൽ കിർമാനി എന്ന് പറയുന്ന ഒരു വലിയ മഹാൻ, അദ്ദേഹം കിർമാന പ്രദേശത്തിന്റെ ഭരണാധികാരിയാണ്. ആ ഭരണാധികാരിക്കൊരു സ്വഭാവമുണ്ട്. ആള് വലിയ ഭരണാധികാരിയാണ്. പോരാ, കേവലം ഒരു ഭരണാധികാരിയല്ല, വലിയ മഹാനായ ഭരണാധികാരിയാണ്. വലിയ ബഹുമാനമുള്ളയാളാണ്. അല്ലാഹുവിനെ കുറിച്ച് നന്നായി ഭയമുള്ളയാളാണ്. ആ ഭരണാധികാരി ഇടക്കിടക്ക് വേട്ടക്ക് പോകും. ഇവിടെ എന്താ പറയാ, വേട്ട തന്നെ, വേട്ടാടാൻ പോവാന്നാ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാം. ഇവിടെ എന്താ പറയാ, എന്താ പറയാ, അല്ല വേറെന്തോ പറഞ്ഞല്ലോ, അല്ല ഒന്ന് അറിയാൻ വേണ്ടിട്ട്. അങ്ങനെ തന്നെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ, അങ്ങ് അറിഞ്ഞിരിക്കുന്നല്ലേ. എല്ലാരും ഞാൻ അറിയുന്നത് തന്നെ പറഞ്ഞ പിന്നെ പുതിയൊരു ഇൽമ കിട്ടണമെന്നില്ല. മൂപ്പരൊരു പുതിയ സംഗതി പറഞ്ഞപ്പോ അപ്പൊ എനിക്ക് വേറെ സ്ഥലത്ത് പറയാ, എന്ന ഒരു സ്ഥലത്ത് ചെന്നപ്പോ അവിടെ ചോദിച്ചപ്പോ ഇന്നതാണെന്ന് പറഞ്ഞു. ഉദാഹരണം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ ഭരണാധികാരിക്ക് ഇടക്കിടക്ക് വേട്ടക്ക് പോണൊരു സ്വഭാവമുണ്ട്. അങ്ങനെയുണ്ട്. ചില ആളുകൾക്ക് ഇടക്കിടക്ക് മീൻ പിടിക്കാൻ പോണൊരു സ്വഭാവമുണ്ട്, അല്ലേ? അങ്ങനെയല്ലേ? ചില ആളുകൾക്കൊക്കെ ഇടക്കിടക്ക് മീൻ പിടിക്കാൻ പോകും. അപ്പൊ ഈ ഭരണാധികാരിയുടെ സ്വഭാവമാണ് ഇടക്കിടക്ക് വേട്ടാടാൻ. അങ്ങനെ ഈ ഭരണാധികാരി എന്ന് പറഞ്ഞാല് കേവലം ഭരണാധികാരിയല്ല, റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ മഹാന്മാരിൽപ്പെട്ട ഭരണാധികാരിയാണ്. അങ്ങനെ വേട്ടയാടാൻ പോകുമ്പോ ഇങ്ങനെ തിരയുകയാണ്, വല്ല മൃഗവും കിട്ടുന്നുണ്ടോ, വേട്ടയാടാൻ പറ്റിയ മൃഗം കിട്ടുന്നുണ്ടോ. നോക്കുമ്പോൾ പോയത് വേട്ടയാടാനാണ്. നേരെ മുന്നിൽ കാണുന്നത് മൃഗത്തെയല്ല, വേട്ടയാടാൻ ചെന്ന മൃഗത്തെയല്ല, പിന്നെയോ ഒരു യുവാവിനെ മുന്നിൽ കാണുന്നു. ഓ യുവാക്കളെ, യൗവനം യജമാനനായ റബ്ബിന്റെ പൊരുത്തത്തിന് ചെലവഴിച്ചാൽ ഏത് അറ്റം വരെ ഉയരാൻ കഴിയും എന്ന് ഈ മഹാന് കാണിച്ചു കൊടുത്ത ചെറുപ്പക്കാരനാണ് കേട്ടോ. നേരെ മുന്നിൽ കാണുന്നത് ഒരു യുവാവിനെയാണ്, ഒരു ചെറുപ്പക്കാരനെയാണ്. ആ ചെറുപ്പക്കാരൻ ഒരു പിടിമൃഗത്തിൻ മുകളിൽ ഇരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, കുതിരയുടെ മുകളിൽ അല്ല, ഒട്ടകത്തിന്റെ മുകളിൽ അല്ല. സാധാരണഗതിയിൽ കാണുമ്പോൾ പേടിച്ചു പോകുന്ന വന്യമൃഗമില്ലേ, പിടിമൃഗമില്ലേ, ആ മൃഗത്തിൻ മുകളിൽ ഈ ചെറുപ്പക്കാരൻ ഇരിക്കുകയാണ്. പോരാ,
ആ മൃഗത്തിന്മേലിരിക്കുന്ന ഈ ചെറുപ്പക്കാരന്റെ പരിസരത്ത് മുഴുവനും ധാരാളം വന്യജീവികളുണ്ട്, ഒരുപാട് പിടിമൃഗങ്ങളുണ്ട്. ഈ ചെറുപ്പക്കാരൻ ഏതൊരു പിടിമൃഗത്തിന്റെ മുകളിലാണോ ഇരിക്കുന്നത്, ആ മൃഗം അതേ ശൈഖ് അബുൽ ഫവാരിസ് ഷാഹീൻ ബിൻ ഷുജാഇൽ കർമാനി റളിയല്ലാഹു അൻഹു മഹാനവരികളെ കണ്ടപ്പോഴേക്ക് മഹാനവരികൾ ഉള്ള ഭാഗത്തേക്ക് ആ പിടിമൃഗം ഇങ്ങനെ വരികയാണ്. ഉടനെ ഈ ചെറുപ്പക്കാരൻ എന്തു ചെയ്തു? ആ പിടിമൃഗത്തെ അതാ ഒന്ന് തടഞ്ഞു വെക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ വേട്ടയാടാൻ വേണ്ടി വന്ന ഈ മഹാനെ കണ്ടപ്പോഴേക്ക് ഈ ചെറുപ്പക്കാരൻ ആ മഹാനോടൊരൊറ്റ ചോദ്യം, അല്ല രാജാവേ, മാഹാദിൽ ഗഫലതു അനില്ലാഹി, എന്തേ നിങ്ങൾക്ക് ഈ അള്ളാനെ കുറിച്ചൊരു പേടിയില്ലാത്തത്, റബ്ബിനെ കുറിച്ച് ചിന്തയില്ലാത്തതെന്തേ? നിങ്ങൾ അള്ളാനെ തൊട്ട് അശ്രദ്ധരായിരിക്കുന്നുണ്ടല്ലോ, റബ്ബിനെ കുറിച്ച് ശ്രദ്ധിക്കാറില്ലല്ലോ, അള്ളാനെ കുറിച്ച് ചിന്തിക്കാറില്ലല്ലോ. എന്തു പറ്റി നിങ്ങൾക്ക്? കാരണം എന്തേ? ഇസ്തഗൽത ബിദുന്യാക അൻ ആഖിറതിക, നിങ്ങൾക്ക് ആഖിറം വേണ്ടല്ലോ, നിങ്ങൾക്ക് ദുനിയാവ് മതിയല്ലോ. ആഖിറം വിട്ട് നിങ്ങൾ ദുനിയാവിന്റെ പിന്നാലെ കൂടി ഇരിക്കുകയാണല്ലോ. വബിലദ്ദതിക വഹവാക അൻ ഖിദ്മതി മൗലാക, ഓ രാജാവേ, നിങ്ങളെ യജമാനനായ റബ്ബ്, ആ റബ്ബിനെ ഖിദ്മത്ത് ചെയ്യുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടെ രസത്തിന്റെ പിന്നാലെ പോവുകയാണല്ലോ, അടിച്ചു പൊളിക്കുന്നതിന്റെ പിന്നാലെ പോവുകയാണല്ലോ. നേരത്തെ തങ്ങൾ പാപ്പ പറഞ്ഞ വിഷയമാണത്. അതേ യജമാനനായ റബ്ബിന് ഖിദ്മത്ത് ചെയ്യുന്നതിന് പകരം നിങ്ങൾ അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവുകയാണല്ലോ, നിങ്ങളെ ദേഹേച്ഛ പറഞ്ഞതനുസരിച്ച് നടക്കുകയാണല്ലോ, നിങ്ങളെ തടീച്ച പറഞ്ഞതനുസരിച്ച് നടക്കുകയാണല്ലോ. എന്നാൽ അല്ല നിങ്ങൾക്ക് ഈ ദുനിയാവ് തന്നത് എന്തിനാണെന്നറിയുമോ രാജാവേ? പിടിമൃഗത്തിൻ മുകളിൽ കയറി വന്ന ഈ ചെറുപ്പക്കാരൻ രാജാവിനെ അങ്ങ് കണ്ടപ്പോ പറഞ്ഞതാണ്, ഇന്നമാ അഅതാകല്ലാഹു ദുനിയാ, അല്ലാഹു നിങ്ങൾക്ക് ഈ ദുനിയാവ് എന്തിനു തന്നു എന്നറിയുമോ? ആ റബ്ബ് നിങ്ങൾക്ക് ദുനിയാവിൽ അധികാരം എന്തിനു തന്നു എന്നറിയുമോ? ഈ ദുനിയാവിൽ സൗകര്യം എന്തിനു തന്നു എന്നറിയുമോ? അതിങ്ങനെ അടിച്ചു പൊളിക്കാനല്ല, അള്ളാനെ മറക്കാനല്ല, റബ്ബിനെ മറന്നിട്ട് അടിച്ചു പൊളിച്ചിട്ട് ജീവിക്കാനല്ല. പിന്നെയോ ലിതസ്തഈന ബിഹാ അലാ ഖിദ്മതിഹി, ആ അല്ലാഹു നിങ്ങൾക്ക് തന്നത്, ദുനിയാവ് തന്നത്, ആ ദുനിയാവിനെ കൊണ്ട് യജമാനനായ റബ്ബിനെ ഖിദ്മത്ത് ചെയ്യാൻ ദുനിയാവ് നിങ്ങൾക്ക് സഹായകമാകാനാണ്. അതേ സമയത്ത് ഇപ്പോ അല്ല നിങ്ങൾക്ക് തന്ന ദുനിയാവിലെ സുഖങ്ങളും ദുനിയാവിലെ സൗകര്യങ്ങളും ദുനിയാവിലെ പേരും വിലാസവും അധികാരവും സാമ്പത്തിക സ്രോതസ്സുമെല്ലാം ആ റബ്ബിനെ മറന്ന് കളയാൻ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടല്ലോ. ഈ ചെറുപ്പക്കാരൻ ഒരു പിടിമൃഗത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് വേട്ടയാടാൻ വേണ്ടി വന്ന രാജാവായ അബുൽ ഫവാരിസ് ഷാഹീൻ ബിൻ ഷുജാഇൽ കർമാനി റളിയല്ലാഹു അൻഹു മാനവരികളെ ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോ, ഓ എന്റെ വാല് കേൾക്കുന്ന ഉമ്മമാരെ, പെട്ടെന്നൊരു വയസ്സായ ഒരു ഉമ്മാമ, ഒരു പ്രായമുള്ള ഒരു ഉമ്മാമ, ആ ഉമ്മാമ അവിടെ വരികയാണ്.
ആ ഉമ്മാമാന്റെ കയ്യിൽ കുടിക്കാനുള്ള വെള്ളമുണ്ട്. ആ വെള്ളവുമായിട്ടാണ് ഈ ഉമ്മാമ വരുന്നത്. ഉടനെ ആ ഉമ്മാമ ഈ വെള്ളം ആർക്കാണ് കൊടുക്കുന്നത്? ഈ പിടിമൃഗത്തിൻ മുകളിൽ കയറിയിരിക്കുന്ന ഈ ചെറുപ്പക്കാരനില്ലേ, രാജാവിനെ ഉപദേശിച്ചു കൊണ്ടിരുന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന് ഈ വെള്ളമങ്ങ് കൊടുത്തു. ഈ ചെറുപ്പക്കാരൻ ആ പ്രായം ചെന്ന മാമാന്റെ കയ്യിൽ നിന്ന്, കളവിയുടെ കയ്യിൽ നിന്ന്, ഉമ്മാമാന്റെ കയ്യിൽ നിന്ന് ഈ വെള്ളമങ്ങ് വാങ്ങി വെള്ളം കുടിച്ചു. അല്പം കുടിച്ചിട്ട് ബാക്കിയുള്ള വെള്ളത്തെ വേട്ടയാടാൻ വേണ്ടി വന്ന അബുൽ ഫവാരിസ് ഷാഹീൻ ബിൻ ഷുജാഇൽ കർമാനി റളിയല്ലാഹു അൻഹു മഹാനവരികൾക്ക് കുടിക്കാൻ കൊടുത്തു. മഹാനവരികൾ അത് കുടിച്ചു നോക്കുമ്പോ ഉടനെ ഈ മഹാൻ പറയാണ്, മാ ശരിബതു ശൈഅൻ അലദ്ദ മിൻഹു വലാ അബ്റദ വലാ അഅദബ. അല്ല, ഇതെന്തൊരു രസമുള്ള പാനീയമാണ്, ഇത്രയും നല്ല രസമുള്ള പാനീയം ഇതിനു മുമ്പ് ഞാൻ കുടിച്ചിട്ടില്ലല്ലോ. ഇത്ര നല്ല തണുത്ത പാനീയം ഇതിനു മുമ്പ് ഞാൻ കുടിച്ചിട്ടില്ലല്ലോ. ഇത്രയും നല്ല ശുദ്ധജലം ഇതിനു മുമ്പ് ഞാൻ കുടിച്ചിട്ടില്ലല്ലോ. എന്നാൽ കുറച്ചു നേരം അങ്ങ് കഴിയുമ്പോഴേക്ക് വെള്ളം കൊണ്ടുവന്ന ഈ പ്രായമുള്ള ഉമ്മാമാനെ കാണുന്നില്ല കേട്ടോ. ആ ഉമ്മാമ അവിടുന്ന് മറഞ്ഞുപോയി. സുബ്ഹാനല്ലാഹ്, ഈ മഹാൻ ചോദിക്കുകയാണ് ചെറുപ്പക്കാരനോട്, അല്ല ചെറുപ്പക്കാരാ, കുടിക്കാൻ പാനീയം കൊണ്ടുവന്ന് തന്ന ആ പ്രായമുള്ള ഉമ്മാമാനെ കാണുന്നില്ലല്ലോ. എവിടെ തെരഞ്ഞു നോക്കിയാലും ആ ഉമ്മാമാനെ കാണുന്നില്ല. എവിടെ പോയി? അതാരാണ് പാനീയം കൊണ്ടുവന്ന് തന്നത്? അതാരാണ് വെള്ളം കൊണ്ടുവന്ന് തന്നത്? ഉടനെ ഈ ചെറുപ്പക്കാരൻ പറയാണ്, കാട്ടിലല്ലേ ഈ സംഭവം? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ സംഭവം നടക്കുന്നതൊരു കാട്ടിലല്ലേ. ആ കാട്ടിൽ വേട്ടയാടാൻ വേണ്ടി പോയ ഭരണാധികാരി, ആ ഭരണാധികാരി ഇതെല്ലാം നേർക്കുനേരെ കാണുകയാണ്. പരിചയമില്ലാത്തൊരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന്റെ ഇരുത്തം നോക്കുമ്പോഴോ സാധാരണഗതിയിലുള്ള ഇരുത്തമല്ല. കാരണം ഒരു പിടിമൃഗത്തിന്റെ മുകളിലുള്ള ഇരുത്തമാണ്. പിടിമൃഗം എന്ന് പറഞ്ഞാൽ ആരെ കണ്ടാലും പേടിച്ചോടുന്നതാണ്. ഇത് നോക്കുമ്പോ ഈ ചെറുപ്പക്കാരന്റെ ഇരുത്തം പിടിമൃഗത്തിന് മുകളിലാണ്. ഒരാ ചുറ്റുമുള്ളത് ആരാണ്? ഈ വന്യജീവികളാണ്. ആളുകൾ കാണുമ്പോഴേക്ക് പേടിച്ചു ഓടിക്കളയുന്ന ആ പിടിമൃഗങ്ങളാണ്. ആരുമില്ലാത്ത ആ കാട്ടിൽ ഒറ്റയ്ക്ക് ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ കഴിയുന്നു. കുടിക്കാൻ ഒരു പ്രായം ചെന്ന ഉമ്മാമ ഒരു പാനീയവുമായി വരുന്നു. ആ പാനീയം ഈ ചെറുപ്പക്കാരൻ ഒരൽപ്പം കുടിച്ചിട്ട് വേട്ടയാടാൻ വേണ്ടി വന്ന ഭരണാധികാരിക്ക് കുടിക്കാൻ കൊടുക്കുന്നു. ആ ഭരണാധികാരി ഈ പാനീയം അങ്ങ് കുടിച്ചപ്പോ, ഇത്രയും നല്ല രസമുള്ള പാനീയം ഇതിനു മുമ്പ് ഞാൻ കുടിച്ചിട്ടില്ലല്ലോ. ഒന്നങ്ങ് തിരിഞ്ഞു നോക്കുമ്പോ ഈ പാനീയം കൊണ്ടുവന്ന് കൊടുത്ത പ്രായമുള്ള ഉമ്മാമാനെ കാണുന്നില്ല. ആ ഉമ്മാമ എവിടെ പോയി എന്നിങ്ങനെ ഭരണാധികാരി ചോദിക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ പറയാണ്, അതാരാണെന്ന് പോലും എനിക്കറിയില്ല. ആ ഉമ്മാമ ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഹാദിഹി ദുനിയാ, ഓ രാജാവേ, ഇതാണ് ദുനിയാവ് എന്ന് പറഞ്ഞാൽ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ദുനിയാവിന് എനിക്ക് ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹ് ദുനിയാവിനോട് കൽപ്പിച്ചിട്ടുണ്ട്. ഈ ചെറുപ്പക്കാരൻ പറയാണ്, ഞാൻ യജമാനനായ എന്റെ റബ്ബിനങ്ങ് ഖിദ്മത്ത് ചെയ്തപ്പോൾ അല്ലാഹ് എനിക്ക് തന്ന ഈ ദുനിയാവ് റബ്ബിന് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗപ്പെടുത്തിയപ്പോ ഈ ദുനിയാവിനോട് അല്ലാഹ് പറഞ്ഞതാണ്, എനിക്ക് ഖിദ്മത്ത് ചെയ്യുന്ന എന്റെ അടിമക്ക് നീ ഖിദ്മത്ത് ചെയ്യണേ.
അങ്ങനെയാണ് ദുനിയാവ് എന്നെ സഹായിക്കുന്നത്. എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ ആ രാജാവിനോട് പറയാണ്, എന്തെങ്കിലും ഒരു വസ്തു എനിക്ക് ആവശ്യമുണ്ടായി തോന്നിയാൽ, ഈ കാട്ടിൽ ആരുമില്ല, ഞാൻ ഒറ്റക്കാണ്, എന്നാലും വല്ല ആവശ്യവും എനിക്ക് വേണ്ടി വന്നാൽ ഇന്ന് വരെ അത് കിട്ടാതെ പോയിട്ടില്ല, അതെനിക്ക് കിട്ടാതെ പോയിട്ടില്ല. എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ ആ രാജാവിനോട് പറയണം, ഓ നിങ്ങൾക്കറിയില്ലേ, അല്ലാഹു തആല ഈ ദുനിയാവിനെ പടച്ച അന്ന്, എപ്പോഴാണോ ഈ ദുനിയാവിനെ റബ്ബ് സൃഷ്ടിച്ചിട്ടുള്ളത്, ആ സൃഷ്ടിച്ച അന്ന് തന്നെ അല്ലാഹു തആല ദുനിയാവിനോട് പറഞ്ഞ ഒരു വാചകമുണ്ട്, ദുനിയാവിനോട് അല്ലാഹ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഓ ദുനിയാവേ, മൻ ഖദമനി ഫഖ്ദിമിഹി, എനിക്കാരെങ്കിലും ഖിദ്മത്ത് ചെയ്താൽ അവർക്ക് നീ ഖിദ്മത്ത് ചെയ്യണമെന്ന് അല്ലാഹ് ദുനിയാവിനോട്, ദുനിയാവിനെ പടച്ച അന്ന് തന്നെ റബ്ബിന്റെ ഉത്തരവാണ്, അള്ളാന്റെ ഓർഡറാണ്. എന്താണ് ദുനിയാവിനോട് അല്ലാഹു തആല ഉത്തരവിട്ടത്? ഓ ദുനിയാവേ, നിന്നെ ഞാൻ ഇതാ പടച്ചിരിക്കുകയാണ്, ഈ പടച്ച എനിക്ക് പടക്കപ്പെട്ട നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അതെന്താണ് കാര്യം? എനിക്ക് ആരെങ്കിലും ഖിദ്മത്ത് ചെയ്താൽ, അല്ലാഹുവായ എന്നെ അനുസരിച്ച് ആരെങ്കിലും ജീവിച്ചാൽ അവർക്ക് നീ ഖിദ്മത്ത് ചെയ്യാൻ മറന്നു പോകരുത്. ഇത് പറഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരൻ ഭരണാധികാരിയോട് പറയാണ്, ഞാൻ എന്റെ റബ്ബ് പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ട് ഈ ദുനിയാവിനോട് എനിക്ക് ഖിദ്മത്ത് ചെയ്യാൻ എന്റെ റബ്ബ് പറഞ്ഞതാ. ഇത് കേട്ടപ്പോഴേക്ക് ഈ ഭരണാധികാരി, ആ ഭരണാധികാരിയുടെ കൽബിലങ്ങ് മാറ്റം വന്നുപോയി. ഈ അത്ഭുതങ്ങളെല്ലാം കണ്ടപ്പോ താബാ, ഭരണാധികാരി തന്റെ മുൻകാല ജീവിതങ്ങൾ ഓർത്തു കൽബിലങ്ങ് കുറ്റബോധത്തോട് റബ്ബിലേക്കങ്ങ് മനസ്സ് തിരിച്ച് പശ്ചാത്തപിക്കുന്നു, തൗബ ചെയ്ത് നന്നാകുന്നു. ഇന്നാ ഭരണാധികാരിയുടെ പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു ശൈഖ് അബുൽ ഫവാരിസ് ഷാഹീൻ ബിൻ ഷുജാഇൽ കിർമാനി റളിയല്ലാഹു അൻഹു, മാനവരികളെ പേര് കേൾക്കുമ്പോ എല്ലാരും ഉറക്കെ റളിയല്ലാഹു അൻഹു പറയാണ്. സുഹൃത്തുക്കളെ, എന്തിനാണ് ഞാൻ ഈ സംഭവം പറഞ്ഞത്? നന്നാകണമെന്ന ബോധം വേണോ? മാറ്റമുണ്ടാകണമെന്ന ബോധം വേണോ? അങ്ങനെ ബോധമുള്ള ആളുകളാണോ മാറ്റത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഒരു മാസത്തിലല്ലേ ഞാനും നിങ്ങളും ഉള്ളത്? റജബ് മാസമല്ലേ? റജബ് മാസം യജമാനനായ റബ്ബിനോട് ബർക്കത്ത് ചോദിക്കുന്ന മാസമാണ് റജബ്. പരിശുദ്ധ റമളാൻ വരികയാണ്. റജബ് കഴിഞ്ഞാൽ ഷഅബാൻ, ഷഅബാൻ കഴിഞ്ഞാൽ റമളാൻ. ആ റമളാനിലേക്ക് ഒരുങ്ങണം. എപ്പോ ഒരുങ്ങണം? മാസം കണ്ടതിന് ശേഷമല്ല, റജബിന്റെ മാസം കണ്ടതോടുകൂടെ ഒരുങ്ങണം. അതുകൊണ്ടാണ് റജബ് കടന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും നീ ഞങ്ങൾക്ക് ബർക്കത്ത് തരണേ അല്ലാഹ്. വിശുദ്ധമാക്കപ്പെട്ട റമളാനിനെ നീ ഞങ്ങൾക്ക് എത്തിച്ചു തരണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യും. അങ്ങനെ റജബിൽ തന്നെ ഒരുങ്ങും, ഖൽബിൽ മാറ്റമുണ്ടാക്കാൻ ഒരുങ്ങും. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ ഓർക്കും. റമളാൻ വരാൻ കാത്തിരിക്കുകയല്ല വേണ്ടത്, റജബിൽ തന്നെ ഒരുങ്ങണോ? ഓ സുഹൃത്തുക്കളെ, റജബ് വന്നിട്ട് പോലും മാറ്റമില്ല, കൽബിൽ ഒരു ചേഞ്ചസ് ചിന്തിക്കുന്നില്ല, നന്നാകണമെന്ന ചിന്തയില്ല. കൽബ് പ്രകാശിച്ചിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് തീരെ ആലോചനമില്ല. സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഇന്നലെ ഞാൻ
ഏകദേശം 1.5-2 മണിക്കൂറോളം ഖാജ തങ്ങളെ ചരിത്രം മാത്രം എന്റെ ഇന്നലത്തെ വാലിന്റെ സദസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഇന്നലെ മഞ്ചി സുന്നി മഹലിൽ വെച്ച് വാല് പറഞ്ഞപ്പോ ഖാജ തങ്ങളുടെ ജീവിതം മുതൽ ഏകദേശം ചരിത്രം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഇവിടെ ഖാജ തങ്ങളുടെ ആണ്ടിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയും കൂടിയായതുകൊണ്ട് മഹാനവരുകളുടെ ബറക്കാത്തിൽപ്പെട്ട ചിലര് നമുക്കൊന്ന് ലഭിക്കാൻ വേണ്ടി ഞാൻ ഒരൊറ്റ കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹു മഹാനവരുകളുടെ ഒട്ടുമിക്ക വിഷയങ്ങളിലും ഇടപെട്ടിരുന്നത് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ മദീനയിൽ പോയി സിയാറത്ത് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. എനിക്ക് ഇറാഖ് വേണം എന്ന് ആവശ്യപ്പെട്ടപ്പോ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനോട് എനിക്ക് ഇറാഖ് വേണം, അവർ ഒരു കാലക്കാരല്ല, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖാജ തങ്ങൾ കണ്ടു, പിന്നെ സംസാരം കേട്ടു. അത് ഔലിയാക്കൾക്ക് അതിനുള്ള കഴിവ് അല്ലാഹു തആല ധാരാളം നൽകുന്നുണ്ട്. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ പരിശുദ്ധ ആത്മാക്കൾ അവരെപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാകും, എപ്പോഴും സംവദിക്കും. അതുകൊണ്ടല്ലേ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലണം. വാഹനത്തിൽ യാത്ര ചെയ്ത് മൻ നസല മൻസിലൻ ഒരിടത്ത് ഇറങ്ങിയാൽ അവൻ പറയണം അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. രാത്രി കിടന്നുറങ്ങുമ്പോ 3 തവണ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. അതിന്റെ അർത്ഥം എന്താണ്? അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്, അല്ലാഹു തആല പടച്ച എല്ലാറ്റിന്റെയും ശർറുകളിൽ നിന്ന് പരിശുദ്ധ ആത്മാക്കളോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്നാണ്. പരിശുദ്ധ ആത്മാക്കൾ അൽ അർവാഹുൽ മുഖദ്ദസ അൽ ആലിയ, അങ്ങനെയാണ് മഹാന്മാർ അതിന് വ്യാഖ്യാനം നൽകിയത്. പരിപൂർണമായ കലിമാത്തുകൾ എന്ന് പറഞ്ഞാൽ അത് അൽ ഇസ്തിആദതു ബിൽ അർവാഹിൽ മുഖദ്ദസത്തിൽ ആലിയ, പരിശുദ്ധ ആത്മാക്കളോട് കാവൽ ചോദിക്കുകയാണ്. പരിശുദ്ധാത്മാക്കൾ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ആത്മാക്കൾ. അത് ജീവിച്ചിരിപ്പുള്ളവരെന്നോ മരിച്ചവരെന്നോ വ്യത്യാസം എവിടെയുമില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ ഖാജ തങ്ങളോട് കാവൽ ചോദിക്കുന്നതിന് വിരോധമില്ല, മഹാന്മാരായ ബദരീങ്ങളോട് കാവൽ ചോദിക്കുന്നതിന് വിരോധമില്ല, ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനോട് കാവൽ ചോദിക്കുന്നതിന് വിരോധമില്ല എന്നതിന് തെളിവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ ദിക്ർ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. ഇരിക്കട്ടെ, ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ആ സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി റളിയല്ലാഹു അൻഹു മഹാനവരികൾ വിവാഹിതരാവുകയാണ്, കല്യാണം കഴിക്കുകയാണ്. 3 ആണ് മക്കള് ഖാജ തങ്ങൾക്കുണ്ടായില്ലേ. അതിൽ ഒന്ന് അബൂ സഈദ് റളിയല്ലാഹു അൻഹു തങ്ങളാണ്. 2 ഫഖ്റുദ്ദീൻ ബാബ സൽവാരി. അതേ, നിങ്ങൾക്കറിയില്ലേ, അജ്മീരിൽ പോയാൽ സൽവാർ ഷരീഫിൽ പോയി ഖാജ തങ്ങളെ മകനെ പ്രത്യേകം സിയാറത്ത് ചെയ്യാൻ കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് മകനെ സിയാറത്ത് ചെയ്യാൻ പോകാറില്ലേ? അങ്ങനെ 2ാമത്തെ മകൻ അതാണ്. പിന്നെ 3 ഹുസാമുദ്ദീൻ റളിയല്ലാഹു അൻഹു തങ്ങളാണ്. ഇങ്ങനെ 3 ആണ് മക്കൾ മഹാനവരുകൾക്കുണ്ടായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു മകൾ ഉണ്ടായിട്ടുണ്ട്. ആ മകളോ ബിന്തുൻ മുബാറകത്തുൻ, കേവലം ഒരു മകളല്ല. ഖാജ തങ്ങളെ മൗലിദിൽ കാണാം, മകളുണ്ട്, കേവലം ഒരു മോളല്ല. മുബാറകത്തുൻ, നല്ല ബറക്കത്താക്കപ്പെട്ട മകളാണ്. അങ്ങനെ ഖാജ തങ്ങൾക്ക് മക്കൾ ഉണ്ടായിട്ടുണ്ട്. പോരാ, ഖാജ തങ്ങൾ വിവാഹിതരാകുന്നത് എങ്ങനെയാണ്? ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന പ്രകാരമാണ് വിവാഹിതരാകുന്നത്. ആരെ കല്യാണം കഴിക്കണം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിക്കുകയാണ്. ഔലിയാക്കളുടെ ലോകം അങ്ങനെയാണ്. അവർക്ക് അമ്പിയാക്കളും
ആത്മാവുമായി ജീവിതകാലത്തും സംവദിക്കാൻ കഴിയും, വഫാത്തിന് ശേഷവും സംവദിക്കാൻ കഴിയും. അതെല്ലാവർക്കും ദഹിക്കണമെന്നില്ല. അലിമഹു മൻ അലിമഹു വജഹിലഹു മൻ ജഹിലഹു. ആ കഥ അറിയുന്നവർക്കേ അറിയുകയുള്ളൂ. അറിയാത്തവർക്ക് എത്ര പറഞ്ഞാലും അറിയാൻ കഴിയില്ല. ഖാജാ തങ്ങൾ കല്യാണം കഴിക്കണത് എങ്ങനെയാണ്? ചരിത്രത്തിൽ കാണാം, സയ്യിദ് വജീഹുദ്ദീൻ എന്നവർ സ്വപ്നം കാണുകയാണ്. അതായത് ഭാര്യന്റെ ഉപ്പ സ്വപ്നം കാണാൻ. ഖാജാ തങ്ങളെ ഭാര്യന്റെ ഉപ്പ ആരെ കാണുന്നു? ഇമാം ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു. ഖാജാ തങ്ങളുടെ പരമ്പര ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തിച്ചേരുന്ന പരമ്പരക്കിടയിൽ ഉള്ള ഉപ്പാപ്പമാരിൽ ഒരാളാണ് ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു. ആ ഖാജാ തങ്ങളെ ഉപ്പാപ്പാനോട് ബഹുമാനപ്പെട്ട ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആജ്ഞാപ്രകാരം ഖാജാ തങ്ങൾ കല്യാണം കഴിക്കുമ്പോ ഈ ഭാര്യന്റെ ഉപ്പ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ട് പറയാണ്, ഓ അതേ സൗവിജ് ബിൻതക മുഈനദ്ദീൻ. ഓ നിങ്ങളുടെ മകളെ നിങ്ങളെ വേറെ ആർക്കും കെട്ടിച്ചു കൊടുക്കരുത്. നിങ്ങളുടെ മകളെ മറ്റുള്ള ആർക്കും കല്യാണം ചെയ്തു കൊടുക്കരുത്. നിങ്ങളുടെ മകളെ നിങ്ങളെ കെട്ടിച്ചു കൊടുക്കേണ്ടത് മുഈനദ്ദീൻ അജ്മീർ ഖാജാ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹുവിനെ കെട്ടിച്ചു കൊടുക്കണോ? അത് എന്റെ ഉത്തരവ് മാത്രമല്ല, ബി അംറിൽ ജദ്ദി അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉപ്പാപ്പയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയാണ്. ആ കൽപ്പനക്കനുസരിച്ചാണ് കെട്ടിച്ചു കൊടുക്കേണ്ടത് എന്നവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതനുസരിച്ച് അതേ ഭാര്യ പിതാവ് സ്വന്തം മകളെ ഖാജാ തങ്ങൾക്കങ്ങ് കെട്ടിച്ചു കൊടുക്കുന്നു. എന്തിനാണ് ഞാൻ ഇത് പറയുന്നത്? മഹാനബരികളുടെ ഒട്ടുമിക്ക വിഷയങ്ങളിലോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെടുകയാണ്. മദീനയിൽ നിന്ന് വരുന്നു അജ്മീരിലേക്ക്. ആര് പറഞ്ഞിട്ട് വന്നതാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് വന്നതാണ്. എന്നിട്ടോ നല്ല തഖ്വയോടുകൂടെയുള്ള ജീവിതം, ഖൽബ് പ്രകാശിച്ചു പോയി. എത്ര സിഹിർ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഖാജാ തങ്ങളെ സിഹിർ ചെയ്തിട്ടൊന്ന് കൊന്നുകളയാൻ പോരാ, എത്ര നിയമപാലകരാണ്, പോലീസുകാരാണ് ഖാജാ തങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നത്. പക്ഷേ കണ്ടപ്പോഴേക്ക് ഒന്നും ചെയ്യാൻ അവർക്ക് തോന്നിയില്ല എന്ന് മാത്രമല്ല, ഒന്നും ചെയ്യാൻ അവർക്കൊരു ധൈര്യം വന്നില്ലല്ലോ. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. അല്ലാഹനെ പേടിച്ച് ജീവിക്കുന്ന ആളുകളാണോ എല്ലാ വസ്തുക്കൾ അവരെ പേടിച്ച് ജീവിക്കുന്നു, എല്ലാവരും അവരെ പേടിച്ച് ജീവിക്കുന്നു. സുഹൃത്തുക്കളെ, ഖൽബ് പ്രകാശിക്കണോ, ഖൽബിൽ ഈമാൻ വർദ്ധിക്കണോ. ഓ യുവാക്കളെ, ഇവിടെ കാണുന്ന പല സുഖങ്ങളും അത് കാണുമ്പോൾ ചിലപ്പോ തോന്നിപ്പോകും അത് ഞാൻ അങ്ങ് ചെയ്യേണ്ടതാണെന്ന് തോന്നിപ്പോകും. പക്ഷേ അത് നല്ലതാണെന്ന് കാണുമ്പോൾ തോന്നിപ്പോകും. അതാണ് ഞാൻ എന്റെ ഇന്നത്തെ വാദിന്റെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ആയത്ത്. അഫമൻ സുയ്യിന ലഹു സൂഉ അമലിഹി ഫറആഹു ഹസനാ. ചില തെറ്റായ പ്രവർത്തനങ്ങൾ, മോശമായ പ്രവർത്തനങ്ങൾ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, ലഹരി ഉപയോഗിക്കുന്നവർ, കഞ്ചാവ് ഉപയോഗിക്കുന്നവർ, അവരെ കാണുമ്പോൾ അത് നല്ല പരിപാടിയാണെന്ന് തോന്നും. ഞാനും അതിന്റെ പിന്നാലെ പോയാൽ എന്തേ എന്ന് തോന്നും. പക്ഷേ ആ തെറ്റായ കാര്യം ഇവൻ കാണുമ്പോ ഫറആഹു ഹസന, അതൊരു നല്ല കാര്യം
കാര്യമായിട്ടാണ് ഇവൻ കാണുന്നത്. എന്നാൽ സത്യത്തിൽ അത് നല്ല കാര്യമല്ല. നോക്കുമ്പോ ഇവന്റെ കൽബിൽ അതൊരു നല്ല കാര്യമായി തോന്നുകയാണ്. ഫഇന്നല്ലാഹ യുദില്ലു മൻ യശാഉ വയഹ്ദീ മൻ യശാ. അല്ലാഹു ഉദ്ദേശിച്ച ആളുകളെ അല്ലാഹു പഠിപ്പിക്കുന്നു. അല്ലാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കുന്നു. ഇന്നല്ലാഹ അലീമും ബിമാ യസ്നഊൻ. എന്നിട്ടോ അല്ലാഹു പറയാണ്, എന്റെ അടിമകൾ അവർ എന്തെല്ലാമാണ് ചെയ്യുന്നത് അതെല്ലാം അല്ലാഹുയാകുന്ന ഞാൻ അറിയാതിരിക്കില്ല കേട്ടോ, ഞാനത് കാണാതിരിക്കില്ല. ആ റബ്ബിലേക്ക് ഖൽബ് തിരിച്ചത് കൊണ്ടാണല്ലോ ഇസ്സത്ത് ലഭിക്കേണ്ടവർക്ക് ഇസ്സത്ത് ലഭിച്ചത്. ഹാജാ തങ്ങൾക്ക് എന്ത് ഇസ്സത്താണ്? ചെറിയ ഇസ്സത്താണോ? ആളുകൾ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ചൂടുകാലമെന്നോ ചലികാലമെന്നോ മഴക്കാലമെന്നോ വ്യത്യാസമില്ലാതെ ആളുകൾ ഇങ്ങനെ ഒഴുകിപ്പോവാ. റജബ് 6 കേൾക്ക വേണ്ട, കാല് വെക്കാൻ സ്ഥലമില്ല. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ. അതാര് കൊടുത്ത ഇസ്സത്താണ്? അല്ലാഹു കൊടുത്ത ഇസ്സത്താണ്. എനിക്ക് തോന്നാണ്, എനിക്ക് ഇസ്സത്ത് വേണമെന്ന് ഞാൻ തോന്നിയിട്ട് ഞാൻ എത്ര കോലം കെട്ടിയാലും ഇസ്സത്ത് കിട്ടൂല. ഇസ്സത്ത് കൊടുക്കേണ്ടത് റബ്ബാണ്. ആളുകളെ കൽബിൽ എന്നെ പിന്നെ ഇന്ന ആളെ ബഹുമാനിക്കണം, അയാളെ പരിഗണിക്കണം, അയാളെ സ്നേഹിക്കണം, അയാളെ സംസാരം കേൾക്കണം, അയാളെ കൂടെ നടക്കണം എന്നൊക്കെ തോന്നിപ്പിക്കേണ്ടത് റബ്ബാണ്. അല്ലാതെ ഞാൻ അതിനു വേണ്ടി കുറെ മെനക്കെട്ടിട്ട് കുറെ തുള്ളിക്കളിച്ച് കുറെ ആളുകൾ എനിക്ക് വേണം, കുറെ അഭിമാനി വളക എനിക്ക് വേണം, കുറെ ഫാൻസ് എനിക്ക് വേണം, കുറെ ഫോളോവേഴ്സ് എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന്റെ പിന്നാലെ മെനക്കെട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നടന്നാൻ പറ്റുമോ? പറ്റൂല. ഖാജാ തങ്ങളെ കാലത്ത് യൂട്യൂബ് ഉണ്ടാ? യൂട്യൂബില്ല. ഖാജാ തങ്ങളെ കാലത്ത് ഫേസ്ബുക്ക് ഉണ്ടാ? ഇല്ല. ഹാജാ തങ്ങൾക്ക് ഫേസ്ബുക്കിന് ഒരു പേജ് ഉണ്ടാ? ഇല്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ പേജ് ഇല്ലേ? അത് വാലിടാൻ വേണ്ടിയാണ്. ഇൻസ്റ്റാഗ്രാമിലില്ലേ? അത് അതിലൂടെ എത്ര ആളുകൾ അത് ഉപയോഗിക്കണ്. തോന്നിവാസം തന്നെ കണ്ടിട്ട് പോകണ്ട, ഇൽമു പഠിക്കട്ടെ കുറച്ചും കൂടി കാണുമ്പോ. അങ്ങനെ എത്ര ആളുകൾ ദിക്ർ പഠിക്കുന്നു, സ്വലാത്ത് പഠിക്കുന്നു, ദീനിന്റെ നിയമങ്ങൾ പഠിക്കുന്നു. ഹാജാ തങ്ങളെ കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഹാജാ തങ്ങളെ കാലത്ത് യൂട്യൂബ് ഇല്ല, ഇൻസ്റ്റാഗ്രാം ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ഒന്നുമില്ല. വാട്സപ്പ് ഉണ്ടാ? വാട്സപ്പും ഇല്ല, ഒന്നുമില്ല. ഇന്ന് കാണുന്ന ഒരു യൂട്യൂബറിനും ഇല്ലാത്ത ഫാൻസുകൾ ഉണ്ടാക്കിയെടുത്തിട്ട് ലോകത്തോട് വിട പറഞ്ഞ സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് കുർസി पर कोई भी बैठे राजा तो मेरा ഖാജാ ഹേ. അധികാര കസേരയിൽ ആര് ഇരുന്ന് എണീറ്റാൽ എന്താ? രാജാ തോ മേറാ ഖാജാ ഹേ. രാജാവ് അക്ഷരാർത്ഥത്തിൽ അത് എന്റെ ഖാജ തന്നെ എന്ന് ഖാജാ തങ്ങളുടെ ആശിഖീങ്ങൾ പറഞ്ഞത് വെറുതല്ല. അന്ന് ഖാജാ തങ്ങളെ പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? യൂട്യൂബ് ചാനൽ ഉണ്ടോ? ഒന്നുമില്ല. എത്ര ആളുകളാണ് അജ്മീരിൽ ഒഴുകിപ്പോകുന്നത്? റജബ് മാസം വന്നാൽ എല്ലാവരുടെ സ്റ്റേറ്റസുകളിലും ഖാജാ തങ്ങളെ മദ്ഹാണ്. എല്ലാവരുടെ വാട്സപ്പിന്റെ പ്രൊഫൈൽ പിക്ചർ ഖാജാ തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട ഖബറിന്റെ മുകളിൽ കാണുന്ന ആ ഖുബ്ബയാണ്. ആളുകളെ ഖൽബിൽ ഖാജാ തങ്ങൾ ഇരുന്നു. വാട്സപ്പ് ഗ്രൂപ്പ് കൊണ്ടാണോ? യൂട്യൂബ് ചാനൽ കൊണ്ടാണോ? ഇൻസ്റ്റാഗ്രാമിന്റെ പേജ് കൊണ്ടാണോ? ഫേസ്ബുക്കിന്റെ പേജ് കൊണ്ടാണോ? അല്ല. പിന്നെന്തുകൊണ്ടാണ്? ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി സയജഅലു ലഹുമുർ റഹ്മാനു ഉദ്ദാ. രണ്ട് കാര്യങ്ങളെ കൊണ്ടാണ് ഇത്രയും അനുയായികൾ ഖാജാ തങ്ങൾക്കുണ്ടായത്. ഒന്ന് ഈമാനാണ്, രണ്ട് നല്ല നല്ല സൽക്കർമ്മങ്ങളാണ്. അതുകൊണ്ടല്ലേ അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നത്? ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, മൻ കാന യുരീദുൽ ഇസ്സത ഫലില്ലാഹിൽ ഇസ്സതു ജമീആ.
ആർക്കെങ്കിലും ഇസ്സത്ത് വേണമെന്ന് ആഗ്രഹമുണ്ടോ? എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാ ഇസ്സത്തും അല്ലാഹുവിന് അധികാരപ്പെട്ടതാണ്. റബ്ബിന്റെ അധികാരത്തിലുള്ളതാണ് സർവ ഇസ്സത്ത്. ആ ഇസ്സത്ത് ആർക്ക് കൊടുക്കണമെന്ന് അല്ലാഹ് തീരുമാനിച്ചിട്ട് വേണം. നീ ഇവിടെ കുറെ തുള്ളിക്കളിച്ചിട്ട് കാര്യമില്ല, കുറെ ചാടി കളിച്ചിട്ട് കാര്യമില്ല. മറ്റൊരായത്തിൽ അല്ലാഹ് പറയുന്നത് നോക്കൂ നിങ്ങൾ, വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. അല്ലാഹ്ക്കാണ് ഇസ്സത്തുള്ളത്, അല്ലാഹുവിന്റെ റസൂലിനാണ് ഇസ്സത്തുള്ളത്. പോരാ, റബ്ബിനെയും റബ്ബിന്റെ റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്ന മുഅ്മിനുകളുണ്ടല്ലോ, ആ മുഅ്മിനുകൾക്കും എപ്പോഴും ഇസ്സത്ത് തന്നെ. ആര് എന്ത് എവിടെ എന്ത് ചെയ്താലും അതിന് ഒരു മുഅ്മിനും തെറ്റിദ്ധരിക്കണ്ട. എന്റെ ഇസ്സത്ത് കുറഞ്ഞു പോയി എന്ന് തെറ്റിദ്ധരിക്കണ്ട. ഞാനിത് പറയുമ്പോൾ അറിയുന്നവർക്കറിയാം എന്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എന്ന്. അത് തുറന്നു പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. മുഅ്മിനീങ്ങൾക്ക് ഇസ്സത്തുണ്ട്. ആര് എന്ത് എവിടെ എന്ത് ചെയ്താലും ശരി, മുഅ്മിനുകൾക്ക് എപ്പോഴും ഇസ്സത്തുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരെ പലതും കണ്ടിട്ട് തുള്ളിക്കളിക്കുമ്പോ എന്തേ എനിക്ക് എന്റെ റബ്ബ് ഇസ്സത്ത് തന്നില്ല എന്ന് നാളത്തെ ദിവസം വരുമ്പോ ഒരു മുഅ്മിനിന്റെ ഖൽബിലും ഒരു സംശയം ഉദിക്കേണ്ടതില്ല. ആ റബ്ബിനാണ് ഇസ്സത്ത് എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, ഓ ജനങ്ങളെ, ഇന്ന റബ്ബക്കും യഖൂലു കുല്ല യൗമിൻ അനൽ അസീസ്. നിങ്ങളെ റബ്ബ് എല്ലാ ദിവസവും പറയുന്നൊരു വാചകമുണ്ട്, അനൽ അസീസ് അനൽ അസീസ് അനൽ അസീസ്. ഇസ്സത്തുള്ളവൻ ഞാനാണ് ജനങ്ങളെ. എന്നിട്ട് അല്ലാഹു തആല എന്നും പറയുകയാണ്, ഫമൻ അറാദ ഇസ്സദ്ദാറൈനി ഫൽയുത്ഇൽ അസീസ. അതുകൊണ്ട് രണ്ട് വീട്ടിലും ഇസ്സത്ത് വേണോ നിങ്ങൾക്ക്? ദുനിയാവിലെ ഇസ്സത്ത് വേണോ? ആഖിറത്തിലെ ഇസ്സത്ത് വേണോ? ഫൽയുത്ഇൽ അസീസ. ഇസ്സത്തുള്ള രാജാവായ എന്നെ അവനങ്ങ് അനുസരിക്കട്ടെ. വേറെ ഒന്നുകൊണ്ടും ഇവിടെ ഇസ്സത്ത് കിട്ടൂല. ഖൽബിൽ അല്ലാഹുണ്ടോ? മറ്റുള്ളതെല്ലാം ഖൽബിൽ നിന്ന് തുടച്ചു നീക്കി വെച്ചോ. യജമാനനായ റബ്ബുണ്ടോ ഖൽബിൽ എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ ചിന്ത ഖൽബിലുണ്ടോ? റബ്ബിന്റെ ആലോചന മനസ്സിലുണ്ടോ? റബ്ബിന്റെ ഭയം ഖൽബിലുണ്ടോ? അവന് ദുനിയാവിലും ഇസ്സത്ത് തന്നെ, ആഖിറത്തിലും ഇസ്സത്ത് തന്നെ. അങ്ങനെയാണ് ഔലിയാക്കൾക്ക് ഇസ്സത്ത് ലഭിച്ചത്. അങ്ങനെയാണ് ഖാജ തങ്ങൾക്ക് ഇസ്സത്ത് ലഭിച്ചത്. ഈ ഇസ്സത്തോടെ ജീവിക്കണമെന്ന് ചിന്തിക്കുന്നൊരു മനുഷ്യൻ, ആ മനുഷ്യൻ എപ്പോഴും എന്റെ ഇസ്സത്ത് നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകുന്ന പ്രവണതകളിൽ നിന്ന് മാറി നിൽക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവണത, അല്ലാഹു മരണം വരെ നമുക്ക് ഇസ്സത്ത് നിലനിർത്തി തരട്ടെ. അത് വലിയ സംഗതിയാ. അഭിമാനം പോയാൽ പിന്നത് തിരിച്ചു കിട്ടൂല. പണം പോയാൽ വരും, ഉള്ള പണം ഇല്ലാതെയാകും. അധികാരം പോയാൽ തിരിച്ചു കിട്ടും, ഉള്ള അധികാരം തിരിച്ചു പോകും. അതൊക്കെ അങ്ങനെയാണ്, ഒക്കെ നീങ്ങിപ്പോകുന്നതാ. അതേ സമയത്ത് ഇസ്സത്ത് ഉണ്ടാക്കി എടുക്കാൻ വലിയ പ്രയാസം. അതിനൊരുപാട് മെനക്കെടണം. ഉണ്ടാക്കിയെടുത്ത ഇസ്സത്ത് ഇല്ലാതെയായി പോകാൻ, അഭിമാനത്തിന് ക്ഷതം വരാൻ ഒരു സെക്കൻഡ് മതി ജനങ്ങളെ. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഇസ്ലാം വലിയ ഗൗരവത്തിൽ കണ്ടൊരു സംഗതിയുണ്ട്. എന്താണെന്നറിയോ? മറ്റുള്ളവരുടെ അഭിമാനത്തിന് നിങ്ങൾ കൈവച്ചു പോകരുത് എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. മറ്റുള്ള ആളുകളെ അഭിമാനത്തിന് കൈവെക്കരുത്. നിസ്കാരത്തിൽ ഒന്നാം സഫിലുണ്ടാവും, എന്നും തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണ്. എന്നാലും മറ്റുള്ളവരെ എങ്ങനെങ്കിലും ഫളീഹത്താക്കണം എന്ന് പലപ്പോഴും ചിന്തിക്കുകയാണ്. പാടില്ല. അതിലേറ്റവും കൂടുതൽ നാം പേടിക്കേണ്ടത് ചില ദുആകളെയാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേടിക്കണം. ദുആനെ പേടിക്കണം.
ദ്വാനെ പേടിക്കോ? പേടിയുള്ള സമയത്ത് ചെയ്യാനുള്ളതാണ് ദ്വാരക്കാന്നത്. പിന്നെ ദ്വാനെ പേടിക്കണം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ദ്വാനെ പേടിക്കണം. നമുക്കെതിരെ ചില ആളുകൾ കരങ്ങൾ ഉയർത്തിയാൽ അത് പേടിക്കണമെന്ന് പഠിപ്പിച്ചു നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയില്ലല്ലേ? ഞാൻ തങ്ങളെ പിന്നെ ഭക്ഷണം കഴിച്ചു തന്നേക്കും. ഞാൻ തങ്ങളെ പാപ്പ പോയിന്ന് എങ്ങനെ കരുതിയാലാ? അല്ലാഹു തആല മഹാനവരുകൾക്കും അവരുടെയൊക്കെ തണലുകളിലായി നമുക്കൊക്കെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയാണ്. ചില ആളുകള് ഇങ്ങനെ ചിന്തിക്കും, ഞാൻ എന്താ ഒന്ന് ഒരു ബർക്കത്തിലാകാത്ത, കുറേ എന്തൊക്കെയോ ചെയ്തു നോക്കി ഞാനൊരു ബർക്കത്താകുന്നില്ലല്ലോ. പലരിങ്ങനെ ആലോചിക്കുക. പലരും വന്നിട്ട് പറയും അല്ലേ, തങ്ങന്മാരോടൊക്കെ പോയിട്ട് പറയും, ഞാൻ കുറേ ചെയ്തു ഒന്നിനൊരു പച്ച പിടിക്കണില്ല എന്ന് പറയും. അങ്ങനെയാണ് പ്രയോഗം. പച്ച പിടിക്കാറില്ല, എന്തൊക്കെയോ ചെയ്തു നോക്കി ഉസ്താദ്, എന്തു കൈ പിടിക്കില്ല ഉസ്താദ്. ഞങ്ങളെ ഭാഷയിലൊക്കെ അങ്ങനെ പറയാം. എന്തെല്ലാം ആക്കി നോക്കിയ ഉസ്താദ്, എന്തും കൈക്ക് പിടിക്കില്ല ഉസ്താദ്. കൈക്ക് പിടിക്കുക എന്നില്ല, ഫെവിക്വിക്ക് ഗമ്മ. പക്ഷെ പറയൽ അങ്ങനെയാണ്, എന്തെല്ലാം ആക്കി നോക്കിയ ഉസ്താദ്, എന്തും കൈക്ക് പിടിക്കില്ല. സുബ്ഹാന ജല്ല ജലാലുഹു. നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാറ്റിലും ഉഷാറാണ്. ഇനി പറയാൻ പോകുന്ന വിഷയത്തിൽ അതിലും ഉഷാറാണ് എല്ലാവരും. ഞാൻ വെറുതെ പറയല്ല. നമ്മളിങ്ങനെ ആലോചിച്ച് കുത്തിരുന്നാല് ചില ആളുകള് ആരെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓൻ പിന്നെ അയാളോട് പൊരുത്തപ്പിടിപ്പിക്കാൻ പോന്നപ്പോന്നറിയോ, ഓൻ ഹജ്ജിക്ക് പോണം. അപ്പോഴേ ഹജ്ജിന് പോകുമ്പോ ഓന്റെ ഒരു പോക്കുണ്ട്, ഓന്റെ കറക്കം. നാട്ടുകാരെല്ലാവരുടെ അടുത്തേക്ക് എന്തെങ്കിലും വന്ന് പോയിട്ടുണ്ടെങ്കിൽ മാപ്പാക്കിയാവാ, ഞാൻ ഹജ്ജിക്ക് പോന്നേ. ഓ, ഹജ്ജിക്ക് പോകുന്നത് കൊണ്ട് മാപ്പാക്കണം അല്ലേ? പിന്നെ ഹജ്ജിക്ക് പോയില്ലെങ്കിൽ മാപ്പാക്കാനും ഇല്ല, മാപ്പ ചോദിക്കാൻ വരാനും ഇല്ല. അങ്ങനെ തന്നെ മരിച്ചു പോയാലും പോയ തന്നെ അല്ലേ? അങ്ങനെയൊക്കെയല്ലേ? ഹജ്ജിന് പോകുമ്പോ അത് ചോദിക്കേണ്ടതാണ്. യാത്ര ചോദിക്കുമ്പോ അതിന്റെ ഒരു ആദാബുകളിൽ പെട്ടതാണ് എല്ലാവരോടും ഒന്ന് യാത്ര പറയാ. ആരുടെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പൊരുത്തം ചോദിക്കുക, പോയിട്ട് മാപ്പ് ചോദിക്കുക. ഇങ്ങോട്ട് ആരെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പറയാ, ഞങ്ങൾക്കൊക്കെ പൊരുത്തം വന്നിട്ടുണ്ട് എന്ന് പറയാ. അതൊക്കെ നല്ല കാര്യം തന്നെ. അതിന് ഹജ്ജിക്ക് പോകാൻ കാത്തിരിക്കണ്ട, ഉംറക്ക് പോകാൻ കാത്തിരിക്കണ്ട, റമളാൻ വരാൻ കാത്തിരിക്കണ്ട. ഞാനിത് വെറുതെ പറയല്ല. റജബ് മാസല്ലേ? റജബ് എന്ന് പറഞ്ഞാൽ തന്നെ മഹാന്മാർ പറഞ്ഞു ലിതർക്കിൽ ജഫാഇ, പിണക്കം ഒഴിവാക്കാനുള്ള മാസമാ റജബ്. കാരണം റമളാനിനെ സ്വാഗതം ചെയ്യുമ്പോൾ ഈ പിണക്കങ്ങളും തർക്കങ്ങളും വെച്ചിട്ട് സ്വീകരിക്കാനുള്ളതല്ല റമളാൻ. റജബു ലിതർക്കിൽ ജഫാ, പിണക്കം കൈവിടേണ്ട മാസമാണ് റജബ്. അതുകൊണ്ട് നന്നാകേണ്ടവരോട് പോയി നന്നായിക്കോ, മിണ്ടേണ്ടവരോട് പോയി മിണ്ടിക്കോ, ലോഗ്യം വെച്ച് പുലർത്തേണ്ടവരോട് പോയി ലോഗ്യം വെച്ച് പുലർത്തിക്കോ. അതൊന്നുമില്ല. എന്നിട്ട് ഇവൻ എല്ലാവരോടും പോയി പറയാ, എന്തെല്ലാം കൈയാക്കിയ, എന്തെല്ലാം കൈയിട്ട് നോക്കിയ ഉസ്താദ്, പച്ച പിടിക്കല്ല ഉസ്താദ്, കൈ പിടിക്കണമില്ല ഉസ്താദ്. എങ്ങനെ പിടിക്കും? എങ്ങനെ ഇത് ബറക്കത്തുള്ളതാകും? പേടിക്കേണ്ട രണ്ട് ദുആകൾ പഠിപ്പിച്ചില്ലേ ഹബീബായ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അതേ അന്ന ദഅവത്തൽ യതീമി വകദാ ദഅവത്തൽ മദ്ലൂമി തസ്അദു ഇലല്ലാഹി ബിനഫ്സിഹാ ഐ മിൻ ഗൈരി മലായിക. മറ്റുള്ള എല്ലാ ദുആകൾ മലക്കുകൾ കൊണ്ടുപോയി അല്ലാഹുവിന് നൽകുകയാണ്. മലക്കുകൾ മുഖേനയാണ് ആ ദുആകൾ പോകുന്നത്. എന്നാൽ ഈ ദുനിയാവിൽ രണ്ടാളുടെ ദുആകൾ ഉണ്ട് കേട്ടോ. ആ ദുആകൾ സ്വന്തം അല്ലാഹുവിലേക്ക് കയറി പോകുന്നതാണ്, മലക്കുകളില്ലാതെ തന്നെ. ആ രണ്ട് ദുആഇനെ നന്നായി പേടിക്കണോ. അതിൽ ഒന്നാമത്തേതാരുടെ ദുആയാണ് ദഅവത്തുൽ യതീമി, ഒരു യതീമിന്റെ ദുആ. അത് പേടിക്കേണ്ടതാണ് കേട്ടോ. കുടുംബത്തിൽ ഒരു യതീം കുട്ടിയുണ്ടായാൽ ദുആക്ക് ഇജാബത്തുള്ളയാളാണ് യതീം കുട്ടി കേട്ടോ.
ബാപ്പ മരണപ്പെട്ടു പോയി, ബാപ്പ മരിച്ചു പോയി, കുട്ടിയാണ്. ആ കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല. പ്രായപൂർത്തിയാകുന്നത് വരെ മരണപ്പെട്ടു പോയ പിതാവിന്റെ മകൻ, അത് ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ, പ്രായപൂർത്തിയാകുന്നത് വരെ യതീമാണല്ലോ. ആ യതീം ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹ് പെട്ടെന്ന് കേട്ട് ഉത്തരം കൊടുക്കുന്നതാണ്. ഇതുപോലെ ആ യതീമിന്റെ മനസ്സ് വേദനിപ്പിച്ചോ. യതീം 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 എന്ന് പറഞ്ഞാൽ കുതിര കയറാനുള്ളതല്ല. ചില ആളുകളെ കണ്ടില്ലേ, യതീമുകളോട് കുതിര കയറുന്നവരില്ലേ? ആ യതീമിന്റെ നാക്ക് നിങ്ങൾക്കെതിരെ ഒന്ന് അനങ്ങിയാ മതി, ഒന്ന് ചലിച്ചാ മതി. ആ ദുആയെ പേടിക്കേണ്ടതാണ് കേട്ടോ. ഇത് പറഞ്ഞതിന് ശേഷം രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മലക്കുകൾ മുഖേനയല്ലാതെ സ്വന്തത്തിൽ തന്നെ റബ്ബിലേക്ക് ഉയർന്നു പോകുന്ന രണ്ടാമത്തെ ആളുടെ ദുആ ഏതാണ്? ദഅവത്തുൽ മദ്ലൂമി. നിങ്ങൾ ആരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടോ, അവരെപ്പോഴെങ്കിലും നിങ്ങൾക്കെതിരായിട്ട് ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹ് പെട്ടെന്ന് കേട്ട് ഉത്തരം ചെയ്യുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ദുആ അത് വല്ലാതെ എപ്പോഴും പേടിക്കേണ്ട ദുആയാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് യജമാനനായ റബ്ബ്, ആ റബ്ബിനെ കുറിച്ചുള്ള ചിന്തയാണ് നമ്മെ എപ്പോഴും ജീവിതത്തിൽ വലിയ ചിന്തകളുമായി കടന്നു വരേണ്ടത്. കാരണം റബ്ബിലേക്ക് ആവശ്യമില്ലാത്തവർ ആരാണിവിടെയുള്ളത്? അതുകൊണ്ടല്ലേ സൂറത്ത് ഫാത്തിരിൽ അല്ലാഹ് പറഞ്ഞത്, യാ അയ്യുഹന്നാസ്, സർവജനങ്ങളെ വിളിച്ചിട്ട് അല്ലാഹ് പറഞ്ഞില്ലേ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹി, നിങ്ങൾ എല്ലാവരും അല്ലാഹുവിലേക്ക് ആവശ്യമുള്ളവരാണ്. നിങ്ങളിൽ റബ്ബിലേക്ക് ആവശ്യമില്ലാത്തവരാരുമില്ല. നിങ്ങൾ എല്ലാവരും റബ്ബിലേക്ക് ആവശ്യമുള്ളവരാണ്. അത് ഏത് മതക്കാരാണെങ്കിലും പോലും റബ്ബിന്റെ അടിമകളുണ്ടല്ലോ. റബ്ബല്ലാത്തവരെല്ലാവരും റബ്ബിന്റെ അടിമകളാണ്. മനുഷ്യരും അങ്ങനെയാണ്, മനുഷ്യേതര വസ്തുക്കളും ജീവികളും അങ്ങനെയാണ്, ചേതന വസ്തുക്കളും അങ്ങനെയാണ്, അചേതന വസ്തുക്കളും അങ്ങനെയാണ്. അങ്ങനെ സർവരും, ഞാനല്ലാത്ത എല്ലാവരും റബ്ബായ എന്നിലേക്ക് ആവശ്യമുള്ളവരാണ്. എന്നാൽ എന്റെയും നിങ്ങളുടെയും റബ്ബായ അല്ലാഹ്, വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, ആ റബ്ബ് എപ്പോഴും സ്തുതിക്കപ്പെടുന്നവനാണ്. റബ്ബ് സമ്പന്നനാണ്. ആ റബ്ബ് ഒരാളിലേക്കും ആവശ്യമുള്ളവനല്ല, ആവശ്യം വരുന്നവനല്ലേ അല്ല. റബ്ബിലേക്കാണെങ്കിലോ നിങ്ങളെല്ലാവരും ആവശ്യമുള്ളവരാണ്. ഒരു അസുഖം വന്നാൽ സുഖപ്പെടുത്താൻ അല്ലാഹ് വേണ്ടേ? അതുകൊണ്ടല്ലേ ഡോക്ടർമാരൊക്കെ കഴിവിന്റെ പരമാവധി ചെയ്യും. നാളെ ഒരു രോഗിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ എന്നെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ഇന്നയാൾ ഹോസ്പിറ്റലിലാണ്, മംഗലാപുരത്തിൽ. നോക്കുമ്പോ എനിക്ക് പരിചയമുള്ള ആളാണ്. അല്ലാഹുവേ, നീ അദ്ദേഹത്തിന് ശിഫ കൊടുക്കണേ റഹ്മാനെ. അപ്പൊ അദ്ദേഹത്തിന് മേജർ ഓപ്പറേഷൻ ചെയ്യണം എന്നുണ്ട്. അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട്, ഓപ്പറേഷൻ നടത്തുന്നതിന് മുമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് തങ്ങന്മാരെ വല്ലതും കണ്ടിട്ട് മന്ത്രിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് തങ്ങന്മാരുടെ അടുത്തേ കൊണ്ടിട്ട് മന്ത്രിപ്പിച്ച് വരിക, അതിന് സമയം തരാം, ഓപ്പറേഷന് മുമ്പായിട്ട്. ഡോക്ടർമാർ പറയാം. മംഗലാപുരത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഡോക്ടർ പറഞ്ഞു എന്ന് ഈ രോഗിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ എന്നെ വിളിച്ചത്. ഇത് പൊട്ടീസ് പറയാനല്ല. ഇന്നാലും പണ്ട് ഒരു നാട്ടില് പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു. പണ്ട് ഉമ്മാമ്മമാര് പുള്ളിമാരെ വലുത്തുന്ന സമയത്തൊക്കെ പറയാറുണ്ടായി അല്ലെ? പണ്ടത്തെ പുള്ളിമാരല്ലോ ഉപ്പാപ്പ. പണ്ടൊക്കെ അങ്ങനെയല്ലേ? പണ്ടൊക്കെ പുള്ളിമാര് ഉറങ്ങുന്നത് ഉപ്പാപ്പാന്റെ കൂടെയാണ്, ഉമ്മാമാന്റെ കൂടെയാണ് അല്ലേ? അങ്ങനെയാണ്. ഇന്ന് നോക്കണ്ട, ഇന്ന് രാത്രി ഉറങ്ങുമ്പോ 6 മൊബൈൽ നോക്കും ഓരോ കൂടെ കുട്ടികൾ ഉറങ്ങാം.
ഉമ്മാന്റെ ധാരണ എന്താന്ന് പറഞ്ഞാല് ഉമ്മാന്റെ കൂടെ പോയിട്ട് കുട്ടി അങ്ങ് കിടക്കുമ്പോ ഉമ്മാന്റെ ധാരണ എന്താന്ന് പറഞ്ഞാല് ഉമ്മാനോട് ഭയങ്കര സ്നേഹം കുഞ്ഞിന്. നോക്കുമ്പല്ല ഉമ്മ ഉറങ്ങുമ്പോ മൊബൈൽ ഇങ്ങനെ നോക്കിട്ട് ഉറങ്ങുന്നല്ലേ, അപ്പൊ അതിലേക്ക് നോക്കിട്ട് ഉറങ്ങാന്ന്. അങ്ങനെയാണ്. പണ്ടങ്ങനെയല്ല. പണ്ടൊരു കുട്ടീനെ ഉറക്കുമ്പോ ഇങ്ങനെ കിടത്തും. അപ്പൊ പിന്നെ ബോബ, നിങ്ങളിവിടെ എന്താ പറയാൻ കഴിയില്ല കേട്ടോ, ബോബ തന്നെ ഉപ്പ, ഞങ്ങളെ നാട്ടില് ബോബ എന്നൊക്കെ പറയും. ഈ ബോബ ഇങ്ങനെ കൊറേ. പിന്നെ പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് കാട്ടിലുണ്ടാവുമ്പോ കാട്ടിൽ നിന്ന് ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു പിലി വന്ന്, കുട്ടിക്ക് ഇത് കേൾക്കുമ്പോ ആ പിലി വന്നതേ ഉള്ളൂ, കുറച്ച് കഴിയുമ്പോഴേക്കും കുട്ടി അങ്ങ് ഉറങ്ങിട്ടേ. പിന്നെ ഇന്നലത്തെ കഥന്റെ ബാക്കിയാണ്. പിന്നെ ബോബ പാടെ കഥ ഉണ്ടാക്കിയിട്ട് നാളെ പറയണം. അങ്ങനെയാണ്. അങ്ങനെ ഒരു വലിയ ബന്ധായിരുന്നു. ഞാൻ പറഞ്ഞത് അങ്ങനെ വെറുതെ പൊട്ടീസ് പറയാനില്ല, ഇത് ഒരാൾ നേരിട്ട് പറഞ്ഞത് ഞാൻ കേട്ടത് പറയാണ്. അപ്പൊ ഡോക്ടർമാരടക്കം പറയാം അങ്ങനെയാണ്. അല്ലാഹുവിലേക്കാണ് സർവരും ആവശ്യമുള്ളവർ. ഓ, രോഗം വന്നാൽ ചികിത്സിച്ചാൽ പോലും ആ ഗുളിക കഴിക്കുന്ന രോഗി, ആ മരുന്ന് കഴിക്കുന്ന രോഗി, ആ രോഗിയുടെ കൽബിൽ ഒരു ചിന്ത ഉദിക്കുമോ, എനിക്ക് ഈ മരുന്നുണ്ടല്ലോ, ഗുളികയുണ്ടല്ലോ, ഇനി എനിക്ക് എന്റെ റബ്ബിന് ആവശ്യമില്ല, റബ്ബില്ലാതെ തന്നെ ഈ ഗുളിക കൊണ്ട് എന്റെ രോഗം മാറും, മരുന്നുകൊണ്ട് എന്റെ അസുഖം മാറും. ഇല്ല, ചിന്തിക്കില്ല. ഔലിയാക്കളുടെ മക്ബറകളിൽ പോയി, അജ്മീർ ഷരീഫിൽ പോയി, ഖാജാ തങ്ങളുടെ അരികിൽ പോയി എത്ര ആളുകൾക്കാണ് അനുഭവമുള്ളത്? ഈ സാധുവായ ഞാൻ എന്റെ ജീവിതത്തിൽ വലിയ പ്രയാസം അനുഭവപ്പെട്ടപ്പോ ഞാനതാ അജ്മീരിൽ പോയി. ആ ഖാജാ തങ്ങളെ ബറക്കത്ത് കൊണ്ട് എനിക്ക് ആ വിഷയത്തിൽ ഫത്വ കിട്ടിയിട്ടുണ്ട്. ഞാനിത് വെറുതെ പറയുകയല്ല സുഹൃത്തുക്കളെ. അങ്ങനെ അജ്മീർ ഖാജാ തങ്ങളുടെ അരികിൽ ചെന്നാൽ അവിടെ എത്തുന്ന ആളുകൾ, ഇനി എനിക്ക് ഖാജ മതി, ഇനി എനിക്ക് അല്ലാഹ് വേണ്ട. അങ്ങനെ ആരെങ്കിലും പറയുമോ? ഖുത്ബിയത്ത് വിളിക്കാറില്ലേ? യാ ഗൗസു യാ മുഹിയദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി, ശൈഖ് ജീലാനി തങ്ങളെ വിളിക്കാറില്ലേ? എന്നാൽ ആരെങ്കിലും ആ ഖുത്ബിയത്തിലുള്ളവർ പറയോ എനിക്കിനി അല്ലാഹ് വേണ്ട, ജീലാനി തങ്ങൾ മതി? ഇല്ല. ആ ഖുത്ബിയത്തിന് ശേഷം പറയുന്നത് തന്നെ ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി, ഞാനിപ്പോൾ വിളിച്ചത് ശൈഖ് ജീലാനി തങ്ങളെയാണെങ്കിലോ എന്റെ റബ്ബേ അൻത മഖ്സൂദി, നീയാണ് എന്റെ ലക്ഷ്യം, നീയാണ് എന്റെ ആഗ്രഹം, വരിളാക മത്ലൂബി, അതേ നിന്റെ തൃപ്തിയാണ് ഞാൻ തേടുന്നത്, നിന്റെ പൊരുത്തമാണ് ഞാൻ തേടുന്നത്. അതുകൊണ്ട് തന്നെ രോഗം മാറാൻ ഏത് വൈദ്യരെ സമീപിച്ചാലോ, ഏത് തങ്ങളുപ്പാപ്പാനെ കൊണ്ട് മന്ത്രിപ്പിച്ചാലോ, ഏത് വലിയന്റെ ദർഗയുടെ ചാരത്ത് ചെന്നാലും ഖുർആനിൽ അല്ലാഹ് പറയാണ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, ഔലിയാക്കൾ വേണം, അവരോട് കാവൽ ചോദിക്കണം, തങ്ങന്മാര് വേണം, അവരോട് ദുആ ചെയ്യിപ്പിക്കണം, മുഅ്മിനീങ്ങളോട് ദുആ ചെയ്യിപ്പിക്കണം. അത് വേണ്ടാന്നല്ല പറയുന്നത്, എന്നാലും അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളെല്ലാവരും റബ്ബിലേക്ക് ആവശ്യമുള്ളവരാണ്. ആ റബ്ബില്ലാതെ ഒരു മരുന്നും ഫലിക്കൂല, ആ റബ്ബില്ലാതെ ഒരു മന്ത്രവും ഫലിക്കൂല, ആ റബ്ബില്ലാതെ ഒരു വലിയന്റെ സഹായം കിട്ടൂല, ഖാജാ തങ്ങളെ സഹായം പോലും കിട്ടൂല. എന്നാൽ എന്റെയും നിങ്ങളുടെയും രാജാവായ റബ്ബ്, ആ റബ്ബ് ഒരാളിലേക്കും ആവശ്യമുള്ളവനല്ല. അയാളുണ്ടെങ്കിലേ റബ്ബുള്ളൂ എന്ന് പറയാനില്ല. വല്ലാഹു വൽ ഗനിയുൽ ഹമീദ്, ഒരാളിലേക്കും ആവശ്യമില്ലാത്ത യജമാനനായ റബ്ബ്. ആ റബ്ബിനെ പേടിച്ചു ജീവിക്കണോ? ഞാൻ എന്റെ റബ്ബിനെ മറന്നാൽ അത് പേടിക്കേണ്ടതാണ്. എന്തേ? കാരണം റബ്ബിന്റെ പവർ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാണ്. അത് ഞാൻ എന്റെ പവർ പറയുന്നത് പോലെയല്ലല്ലോ, നിങ്ങൾ നിങ്ങളെ പവർ പറയുന്നത് പോലെയല്ലല്ലോ.
ഞാൻ വേറൊരാളെ പവറ് പറയുന്നത് പോലെയല്ലല്ലോ, വേറൊരാള് എന്റെ പവറ് പറയുന്നത് പോലെയല്ലല്ലോ. ഓ യുവാക്കളെ, റബ്ബ് പൊരുത്തപ്പെടാത്തത് ഒന്നും ചെയ്യണ്ട. ഓ മറക്കപ്പുറത്തിരുന്ന് വാല് കേൾക്കുന്ന യുവതികളെ, റബ്ബ് പൊരുത്തപ്പെടാത്തതൊന്നും ചെയ്യണ്ട. ആ റബ്ബാരാണെന്ന് വേണ്ടതുപോലെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ ആ റബ്ബ് വേണമെന്ന് വെച്ചാൽ നിങ്ങളെ ഇല്ലാതെയാക്കി കളയാൻ അല്ലാഹ്ക്ക് കഴിയാഞ്ഞിട്ടല്ല. ഒരു പുതിയ വിഭാഗം ആളുകളെ ഇന്നുവരെ നാട്ടിൽ കാണാത്ത ഒരു പുതിയ വിഭാഗം, ആ വിഭാഗത്തെ കൊണ്ടുവരാൻ അല്ലാഹ്ക്ക് കഴിയാഞ്ഞിട്ടല്ല. ഞാനതാ ഇന്ത്യയിൽപ്പെട്ട ഒരു സ്ഥലത്ത് ചെന്നു. അവിടെ വലിയ ഒരു മഹാൻ അന്ത്യവിറങ്ങുന്നു. ആ മഹാന സിയാറത്തിന് എന്നതാ. അപ്പൊ ഒരാൾ പറഞ്ഞു, ഉസ്താദേ ഈ അടുത്തൊരു സ്ഥലമുണ്ട്. അയാൾ പറയാണ്, ആ സ്ഥലത്ത് സുനാമി വന്ന് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്, ഏകദേശം നൗഫൽ സഖാഫി ജനിക്കുന്നതിന് മുമ്പാണ്, അതിനേക്കാൾ എത്രയോ മുമ്പാണ്. അവിടെ സുനാമി വന്നപ്പോ ആ നാട് മുഴുവനും വെള്ളത്തിലങ്ങ് ഒലിച്ചുപോയി. ഇന്നവിടെ റെയിൽവേ സ്റ്റേഷൻ ഇല്ല, ആളുകളില്ല. അതൊന്ന് കാണാൻ ചെന്നു. സുബ്ഹാനല്ലാഹ്, വലിയ ജനനിബിഡമായ പ്രദേശമാണ്. പടച്ച റബ്ബിന് അതേ ഒരു സുനാമി അങ്ങ് പറഞ്ഞയച്ചതേയുള്ളൂ. നാട് മുഴുവനും വെള്ളത്തിലങ്ങ് ഒഴുകിപ്പോയില്ലേ. ആ വെള്ളം ഇവിടേക്കും വരാമല്ലോ. എന്റെ ചിക്കമകളൂർ ജില്ലയിൽപ്പെട്ട ഞാൻ ജനിച്ചു വളർന്ന എന്റെ കളസയിൽ വരാമല്ലോ. ഞാൻ ദർസ് നടത്തുന്ന മൂടബിദ്രയിലും വരാമല്ലോ. പടച്ച റബ്ബിന് കഴിയാത്ത ഒരു പ്രദേശവുമില്ല, റബ്ബിന്റെ നിയന്ത്രണമില്ലാത്ത ഒരു സ്ഥലവുമില്ല. അത് അല്ലാഹുവിന് കഴിയാത്തതൊന്നുമല്ല എന്നല്ലേ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്. അല്ലാഹുവിന് കഴിയാത്തതൊന്നുമല്ല. അതുകൊണ്ടൊക്കെ പേടിക്കണം. അതുകൊണ്ടല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പരലോകത്ത് ബാപ്പയും ഉമ്മയും മകനെ കാണും. എത്ര സന്തോഷത്തിലാണ് മോനെ വളർത്തിയത് ദുനിയാവിൽ വെച്ചിട്ട്, എത്ര ആനന്ദത്തിലാണ്. ഒരു ബാപ്പ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ കുഞ്ഞു മോനെ എത്ര തവണ കയ്യിൽ പിടിച്ചിട്ട് മുത്തം കൊടുത്തിട്ടാ ഒരിക്കൽ പോയി ഗേറ്റിന്റെ പുറത്തു പോയി ബാപ്പ. അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങി ബാപ്പ പോവാണ്, ബാപ്പാന്റെ വഴിക്ക് പോണം. ബാപ്പ പോണല്ലോ. ബാപ്പ അങ്ങനെ പോയെങ്കിലല്ലേ വീട്ടുകാർക്ക് എന്തെങ്കിലും പിന്നെ കഞ്ഞി കുടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ബാപ്പ എങ്ങ് പോകുമ്പോ മോൻ കരയാണ്. ഒരിക്കൊക്കെ മകന് മുത്തം കൊടുത്തിട്ടൊക്കെ ഇറങ്ങിയതാണ് ബാപ്പ. ആ ബാപ്പ എങ്ങ് പോകുന്നു. ഞാൻ പറയുന്നത് ശരിക്കും മനസ്സിലാക്കണം. ബാപ്പ എങ്ങ് പോകുന്നു. എന്നിട്ട് ഗേറ്റിന്റെ പുറത്തെത്തിയപ്പോഴേക്ക് തന്നെ കുട്ടി അങ്ങ് കരയാൻ തുടങ്ങിയ ബാപ്പ വീണ്ടും വരും. കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാൻ ബാപ്പക്ക് കഴിയണില്ല. കാരണം ബാപ്പാന്റെ മനസ്സിലെ ചിന്തയാണ്, പോയാൽ ഞാൻ ജീവനോട് തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല. ഇത് എന്റെ മകനെ അവസാനം കാണലാണെങ്കിലോ, എന്റെ മകന്റെ അവസാനമായി കയ്യിൽ പിടിക്കുകയാണെങ്കിലോ, എന്റെ മകന് അവസാനമായി ഒരു മുത്തം കൊടുക്കുകയാണെങ്കിലോ. വീണ്ടും വരും, വീണ്ടും പിടിക്കും, വീണ്ടും. എന്നിട്ട് പോകുമ്പോ പിന്നെ ഇങ്ങനെ എപ്പോഴും കരഞ്ഞാ തിരിച്ചു വന്നാ പിന്നെ ബാപ്പാന്റെ പണി നടക്കൂലല്ലോ. ബാപ്പ പോകും. പോയാലും ബാപ്പ ഭാര്യനെ വിളിച്ചിട്ട് പറയുന്നത്, ഓൻ കരയുന്നുണ്ട്, അവന്റെ കരച്ചിൽ നിർത്തുന്നത്. ഓൻ കരയുന്നുണ്ട്, ഞാൻ പോവാണ്, അവന്റെ കരച്ചിൽ നിർത്ത്. എന്താ കാരണം? കുട്ടികളുടെ കരച്ചിൽ കേൾക്കാൻ ബാപ്പക്ക് കഴിയില്ല, ഉമ്മാക്ക് കഴിയില്ല. പിന്നെ ഉമ്മ എന്ന് പറഞ്ഞാൽ എപ്പോ വീട്ടിലുള്ളവരായതുകൊണ്ട്, കുട്ടികളും വീട്ടിലുള്ളവരായതുകൊണ്ട് ഉമ്മ എപ്പോഴും കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് മടുത്തിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഉമ്മ ചിലപ്പോ ബാപ്പാനോട് പറയും, ഭാര്യ ഭർത്താവിനോട് ചിലപ്പോ പറയും, അവനക്ക് വേറെ സ്വരമൊന്നുമില്ല, നിങ്ങൾ മുണ്ട് തീക്കൂല്ലേ എന്നറിയും കരയുമ്പോ. പക്ഷെ ബാപ്പ ഇത് എപ്പോഴും കേൾക്കൂലല്ലോ. അത്ര സന്തോഷത്തില് മക്കളെ അല്ലേ. ചില ഉപ്പമാരൊക്കെ കണ്ടില്ലേ, കുഞ്ഞിനെ കയ്യിലെന്നെ പിടിച്ച് നടക്കുന്നത്, കയ്യിലെന്നെ പിടിച്ച് നടക്കുന്നത്. കാരണം നിലത്ത് വെക്കാൻ അവർക്ക് തോന്നൂല, കിടത്താൻ തോന്നൂല, കയ്യിൽ പിടിക്കുകയാണ്. അത്രയും നല്ല വാത്സല്യത്തിലും പരിഗണനയിലും അത്രയും നല്ല സ്നേഹത്തിൽ പോറ്റി വളർത്തിയ മക്കൾ. ഓ സുഹൃത്തുക്കളെ,
ആ മക്കള് പോലും സ്വന്തത്തെ കുറിച്ച് ചിന്തിക്കുന്നൊരു നാളുണ്ടല്ലോ. ഉമ്മയും ബാപ്പയും അവരെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നൊരു നാള്. അതല്ലേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത്, മഹ്ശരിലെത്തിയാൽ ബാപ്പയും ഉമ്മയും മകനെ അങ്ങ് കണ്ടുമുട്ടു. എന്നിട്ട് ആ ബാപ്പയും ഉമ്മയും മകനോട് പറയും, യാ ബുനയ്യ, ഓ പൊന്നുമോനെ, ഇവിടെ വന്നു നോക്കുമ്പോൾ കുറെ പാപങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട് മോനെ, കുറെ തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് മോനെ. ഞാൻ നിന്നെ വല്ലാതെ സ്നേഹിച്ചതാണല്ലോ, നിന്നെ വല്ലാതെ കൊണ്ടു നടന്നതാണല്ലോ. എന്റെ കുറച്ച് പാപങ്ങൾ നിനക്ക് ചുമക്കാൻ പറ്റുമോ? എന്റെ കുറച്ച് ദോഷങ്ങൾ നിനക്ക് വഹിക്കാൻ പറ്റുമോ? ഓ ഉമ്മ ബാപ്പമാരെ, രക്ഷിതാക്കളെ, മക്കളെ വിടുന്ന് പറയാണ്, ഇല്ല ബാപ്പ, എനിക്കത് കഴിയുന്നില്ല. ഇല്ല ഉമ്മ, എനിക്കത് കഴിയുന്നില്ല. കാരണം ഞാൻ തന്നെ എന്റെ ദോഷങ്ങളും എന്റെ പാപങ്ങളും നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാനിരിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ നിങ്ങൾ എന്നോട് വന്ന് ചോദിക്കുകയാണല്ലോ. ഇത് മാതാപിതാക്കൾ കുട്ടികളെ സമീപിക്കുന്ന കാര്യം മാത്രമല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, വകദാ യതഅല്ലഖു റജുലു ബിസൗജതിഹി. ഈ ദുനിയാവിൽ ഭർത്താവിന് ഭാര്യയോട് വല്ലാത്ത സ്നേഹമാണല്ലോ, ഭാര്യക്ക് ഭർത്താവിനോടും വല്ലാത്ത സ്നേഹമാണല്ലോ. എന്നാൽ ആ സ്നേഹം മുന്നിൽ വെച്ചുകൊണ്ട് ഭർത്താവ് ഭാര്യയുടെ അരികിൽ വരും. ആ ഭാര്യയുടെ അരികിൽ വരുന്ന ഭർത്താവ്, ആ ഭർത്താവ് ഭാര്യയോട് പറയും, അല്ല പെണ്ണേ, ദുനിയാവിൽ ഞാൻ നിന്റെ ഭർത്താവായിരുന്നല്ലോ, ഞാൻ കുറെ നല്ലതിനെ നിനക്ക് ചെയ്തു തന്നിരുന്നല്ലോ. ഇവിടെ എന്റെ പാപങ്ങൾ ഒരൽപ്പം കൂടുതലുണ്ട്. ദുനിയാവിൽ ഞാൻ നിനക്ക് വേണ്ടി കുറെ പ്രയാസം സഹിച്ചതാണല്ലോ. എന്റെ പ്രയാസങ്ങൾ ഇവിടെ ഒരൽപ്പം വഹിക്കുമോ? ഉടനെ ഭർത്താവിനോട് ഭാര്യ പറയാണ്, കഴിയുന്നില്ല. താല്പര്യമില്ലാഞ്ഞിട്ടല്ല, ആശയില്ലാഞ്ഞിട്ടല്ല, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഭർത്താവായ നിങ്ങളുടെ ഭാരം കുറക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, ലാ അസ്തതീഉ, എനിക്ക് സാധിക്കുന്നില്ല. കാരണം ഞാൻ തന്നെ എന്റെതിങ്ങനെ ചുമക്കുകയാണ്, വഹിക്കുകയാണ്. അതുകൊണ്ടല്ലേ വമൻ തസക്കാ ഫഇന്നമാ യതസക്കാ ലിനഫ്സിഹി വഇലല്ലാഹിൽ മസീർ. നന്നാകണം എന്ന് ചിന്തിക്കേണ്ടത് ആർക്ക് വേണ്ടിയാണ് നന്നാകേണ്ടത്? ഞാൻ നന്നാകേണ്ടത് എനിക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടിയല്ല. നിങ്ങൾ നന്നാകേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഞാൻ നന്നായാൽ എനിക്കാണതിന്റെ ഗുണം, നിങ്ങൾ നന്നായാൽ നിങ്ങൾക്കാണതിന്റെ ഗുണം. കാരണം വഇലല്ലാഹിൽ മസീർ, മടക്കം യജമാനനായ റബ്ബിലേക്കാണ്. ആ റബ്ബിലേക്ക് ഞാൻ മടങ്ങേണ്ടവനാണ്, ആ റബ്ബിലേക്ക് നിങ്ങൾ മടങ്ങേണ്ടവരാണ്. അതിന് ഏറ്റവും നല്ല മാസമല്ലേ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം. ഈ റജബ് മാസത്തിലല്ലേ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. റജബ് നോമ്പ് നോൽക്കേണ്ട മാസമാണ്. റജബ് സ്വതക്ക ചെയ്യേണ്ട മാസമാണ്. ഈ റജബ് കൃഷി ചെയ്യേണ്ട മാസമാണ്. ശഅബാൻ റജബിൽ കൃഷി ചെയ്തതിനെ വെള്ളം കൊണ്ട് നനയ്ക്കേണ്ട മാസമാണ്. റമളാൻ റജബിൽ കൃഷി ചെയ്താൽ അതിന്റെ ഗുണം, അതിന്റെ നേട്ടം റമളാനിൽ കൊയ്തെടുക്കാൻ കഴിയും എന്ന് മഹാന്മാർ പറഞ്ഞിട്ട് മഹാന്മാർ ചോദിക്കുകയാണ്, നീ റജബിൽ ഒന്നും കൃഷി ചെയ്തിട്ടേ ഇല്ല, പിന്നെ എങ്ങനെയാണ് റമളാനിൽ നിനക്ക് അതിന്റെ ഫലം കൊയ്തെടുക്കാൻ കഴിയുക? വെറുതെ അല്ല. റജബ് വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ എന്ന് പറഞ്ഞ സമൂസന്റെ മണം അടിക്കാൻ വേണ്ടിയല്ല. ഇവിടെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ ദുആ ചെയ്യുമ്പോൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ പറയുമ്പോൾ ബാക്കിൽ ഇരുന്നിട്ട് രണ്ടാൾ പറയാ, സമൂസ മണത്തോണ്ടോ?
റമളാന്റെ നോമ്പ് തോരയുടെ സമൂസ റജബിൽ ഓൻ കരുതിയത് അല്ലാഹുമ്മ ബാരിക് ലനാ എന്ന് പറഞ്ഞ സമൂസ കൊടുക്കാനല്ല. പിന്നെ റജബിൽ ബറക്കത്ത് ലഭിക്കണം എന്ന് പറഞ്ഞാൽ എന്റെ കൽബിൽ ഒരു കുലുക്കമുണ്ടാകണം, എന്റെ കൽബിൽ ഒരു മാറ്റമുണ്ടാകണം. റമളാനല്ലേ വരുന്നത്, ആ റമളാനിൽ പിന്നെ ഫലം കൊയ്തെടുക്കണമെങ്കിൽ റജബിൽ കൃഷി ചെയ്യണം. അതുകൊണ്ടാണ് റജബ് എന്ന് പറഞ്ഞാൽ ലിതർക്കിൽ ആഫാത്ത്, പാപങ്ങൾ കൈവിടാനുള്ളതാണ്. അന്യ പെണ്ണിനോട് ചാറ്റിംഗ് നടത്തുന്ന സ്വഭാവമുണ്ടോ യുവാക്കളെ, അവസാനിപ്പിക്കണം. റജബിൽ നിർത്തിക്കോ, റജബിൽ തന്നെ നിർത്തണം. ഇനി റമളാൻ വരാൻ വേണ്ടിയല്ല, റമളാൻ വന്നോട്ടെ അപ്പോഴേക്ക് ഞങ്ങൾക്ക് നിർത്താം. വേറെ ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട്, റമളാനിൽ ഒരു മാസം ഫേസ്ബുക്ക് ഇല്ല, ഇൻസ്റ്റാഗ്രാം ഇല്ല, വാട്സപ്പ് ഇല്ല, എന്നിട്ട് റമളാൻ കഴിഞ്ഞിട്ട് എന്ന് പറയാണ്. അതിന്റെ അർത്ഥം റമളാൻ വരെ എല്ലോ ആകാം, റമളാന് ശേഷം ആകാം, റമളാന് മാത്രം പാടില്ല എന്നാണോ? അല്ല, പാടില്ലാത്തത് എപ്പോഴും പാടില്ല. ചില സ്ത്രീകളൊക്കെ ഇതൊക്കെ ഇരുന്നാൻ വേണ്ടി ഇതൊക്കെ ഇരുന്നാണ്ട് വിളിച്ചിട്ട് മസാല ചോദിക്കുക. സ്ത്രീകളല്ല, മാപ്പിള മരിച്ചാ ഭർത്താവ് മരിച്ചാല് ഭാര്യ ഇരിക്കണല്ലോ, ആ ഇരിക്കണ സമയത്താണ് കാര്യമായിട്ട് വിളിച്ചിട്ട് ചോദിക്കണേ. എന്താ ചോദിക്കണെന്നറിയോ? ആ ഇരിക്കുന്ന ആ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് ബന്ധപ്പെട്ട ആരോ വിളിച്ചു ചോദിക്കുകയാണ്, ഉസ്താദെ അവരെ കാണാൻ പറ്റോ, ഇവരെ കാണാൻ പറ്റോ, ഉസ്താദെ മൂത്തമ്മച്ചിന്റെ മക്കളെ കാണാമാ, ഇലങ്ങമത്തങ്ങളെ മക്കളെ കാണാമാ എന്ന്. അപ്പൊ മാത്രം ഒരു കാണാമാ എങ്കിൽ എപ്പോഴും കാണാമാ, കാണാൻ പറ്റില്ല എങ്കിൽ എപ്പോഴും കാണാൻ പറ്റില്ല. അതിപ്പോ ഇതേൽ മാത്രമല്ല, അപ്പൊ മാത്രം വിളിച്ചിട്ട് ഒരു ചോദ്യം, കാണാമാ, അങ്ങനെ കാണാമാ, ഇങ്ങനെ കാണാമാ. അല്ല പാഠം പറയുന്നത് അല്ല, ഇതലിരിക്കട്ടെ ഈ ബെസ്സൈഡ് കാണണ്ട എങ്കിൽ ഒരിക്കലും കാണണ്ട. കാണാൻ പറ്റുമോ? എപ്പോഴും കാണാൻ പറ്റും. കാണാൻ പാടില്ലേ? എപ്പോഴും കാണാൻ പറ്റില്ല. കാണാമാ കോണമാ അങ്ങനെയൊന്നും ചോദിക്കാനില്ല. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇദ്ദയിലാകുമ്പോ കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാൽ എപ്പോഴും അങ്ങനെ തന്നെയാണ് മസാല. അല്ലാതെ ഇദ്ദയിൽ മാത്രം പെണ്ണുങ്ങൾക്ക് ആരെയും കാണാൻ പറ്റില്ല, ബാക്കി എല്ലാവരെയും കാണാൻ പറ്റാൻ. മയ്യത്ത് നോക്കി വന്നു ദാദ പോയിട്ട് നാട്ടിൽ ഏതോ ഒരു മമ്മച്ച മരിച്ചപ്പോ മമ്മച്ചന്റെ മയ്യത്ത് നോക്കാൻ പോയതാ. നോക്കുമ്പോ ദാദാനോട് ചോദിച്ചു, ദാദാ ഈ മമ്മച്ച നിങ്ങൾ ആര് ദാദാ? ആരും അല്ല. പിന്നെന്ത് നിങ്ങൾ പോയി നോക്കാന്? അത് അയാൾ എപ്പോഴും പിന്നെ അയാളെ റിക്ഷത്തിൽ തന്നെ ഞാൻ പോയിക്കൊണ്ടായി, എവിടേക്കെങ്കിലും പോകുമ്പോ അയാളെ റിക്ഷത്ത്. അപ്പൊ അയാളെ റിക്ഷയിൽ പോയിക്കൊണ്ടായത് കൊണ്ട് അയാളെ മയ്യത്ത് കാണാനോ മസാല പറ്റൂല. ഉമ്മമാര് ദീൻ പഠിക്കണം, ദീൻ അനുസരിച്ച് നടക്കണം, ഇൽമ പഠിക്കണം. റജബ് എന്ന് പറഞ്ഞാൽ അതാണ്. ഓ പെങ്ങളെ, ലിതർക്കിൽ ആഫാതി, പാപങ്ങൾ ഉപേക്ഷിക്കാനുള്ള മാസമാണ് റജബ്. അന്യ ആണിന്റെ കോണ്ടാക്ട് നമ്പർ ഉണ്ടോ? എന്നും കിടന്നുറങ്ങുമ്പോ ചാറ്റിംഗ് ഉണ്ടോ? ഓ പെങ്ങളെ, റജബുള്ളത് അത് വിടാനാണ്. ഇപ്പൊ വിട്ടാലേ റമളാനിൽ എന്തെങ്കിലും കുറച്ച് ചെയ്യാൻ പറ്റൂ. ഇതുപോലെ നിസ്കരിക്കാത്തവരുണ്ടോ? എനിക്ക് വലിയ സങ്കടം തോന്നിപ്പോയി. ഞാൻ ഈ അടുത്തൊരാളെ കണ്ടപ്പോഴേക്ക് അദ്ദേഹം വലിയ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്, കഷ്ടപ്പെടുന്നയാളാണ്, കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നയാളാണ്. ചിലപ്പോ അദ്ദേഹം ഈ വേല കേൾക്കുന്നുണ്ടാവുന്ന ഞാൻ മനസ്സിലാക്കണത്. പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, ചിലപ്പോ മുഖത്തു നോക്കി പറയുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ വാതിൽ പറയലാണ്. ആ വാല കേട്ടിട്ട് ഓ ഇത് എനിക്ക് തന്നെയാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് കേട്ട് നന്നായാലോ നല്ലതാണല്ലോ. അദ്ദേഹത്തെ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ പ്രയാസം, ജോലിയുടെ പ്രയാസം ഇങ്ങനെ പറഞ്ഞിട്ട്, അദ്ദേഹം നൈറ്റ് ഡ്യൂട്ടിക്കാരനാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എപ്പോഴാ ഉറങ്ങാ? അപ്പൊ അയാള് പറഞ്ഞു 3 മണിക്ക് ഉറങ്ങി 8 മണിക്ക് എണീക്കും. സുബ്ഹാന ജല്ല ജലാലുഹു. രാത്രി 3 മണിക്ക് കിടന്നുറങ്ങിയ 8 മണിക്ക് ഉണരൂ. സുബഹി നിസ്കാരം 8 മണിക്ക്. അങ്ങനെ ഞങ്ങളെ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ സുബഹി നിസ്കാരം 8 മണിക്ക്? ഇല്ല. ജോലിക്ക് വേണ്ടിയിട്ട് സുബഹി നിസ്കാരം ഖളാ ചെയ്യുന്ന ജനങ്ങൾ ഇതേത് മാസമാണ്? ഇന്നത്തെ സദസ്സിൽ ഒരു തീരുമാനം എടുക്കണം. ലൈവായി എന്റെ ബാല് കേൾക്കുന്ന മുഴുവൻ സ്നേഹജനങ്ങളെ, പ്രവാസികളില്ലേ, ഗൾഫ് നാട്ടിലുള്ളവരില്ലേ, സുബ്ഹിയോട് അടുത്ത സമയമാകുമ്പോഴാണ് റൂമിൽ വരുന്നത്. വേഗം അങ്ങ് കിടന്നുറങ്ങുന്നു. സുബ്ഹി ഖളാ ആണ്. പിന്നെ ഉണരുന്നത് ളുഹ്റിനാണ്. ളുഹ്റിന് എണീറ്റ് സുബ്ഹി ഖളാ വീട്ടാണ്. അല്ല ഉസ്താദേ, ഏതെങ്കിലും ഒരു ഇമാം അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകൂലേ? ഒരു ഇമാമും പറഞ്ഞിട്ടില്ല.
ഒരു ഇമാമും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. സുഹൃത്തുക്കളെ, നിസ്കാരം വളരെ ലാഘവത്തോടെ കാണേണ്ടതല്ല. റജബ് മാസം എന്ന് പറഞ്ഞാലോ നിസ്കാരം സമ്മാനമായി കിട്ടിയ മാസമാണ്. ആരാണ് സമ്മാനം നൽകിയത്? അള്ളയാണ് സമ്മാനിച്ചത്. ആര് മുഖേനയാണ് സമ്മാനം എനിക്കും നിങ്ങൾക്കും തന്നത്? ലോക നേതാവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ്. അപ്പൊ അതൊരു ചെറിയ സമ്മാനമല്ല, അതൊരു ലാട്ടുപോട്ട് സമ്മാനമല്ല. പണ്ട് റബീഉൽ അവ്വല്, കുട്ടിക്കാലത്തൊക്കെ റബീഉൽ അവ്വലാവുമ്പോ സമ്മാനം കൊടുക്കും. അന്ന് സമ്മാനം കൊടുത്തിരുന്ന എന്താ? ഈ ലോട്ട എന്നാ പറയാം. ഇവിടെ എന്താ പറയാ? അല്ല, ഗ്ലാസ് എന്ന് ഞങ്ങളുടെ നാട്ടിലും പറയും. അത് ആ കുപ്പി ഗ്ലാസ് മറ്റേ ചില്ലിന്റെ അല്ലേ? ഈ മറ്റേ ലോട്ട ഉണ്ടല്ലോ, നിലത്ത് വീണാലും പൊടിയാവൊന്നുമില്ല, ഉടയൂല. പിന്നെ ഞക്കാന്ന് ഒച്ചാവും, നെപ്പൊക്കെ ആവും. അതിനെന്ത് പറയും? ഇവിടെ ലോട്ട എന്ന് പറയില്ലല്ലേ? സ്റ്റീൽ ഗ്ലാസ്. അതങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഞങ്ങളൊക്കെ എന്റെ കളസയിലൊക്കെ പറഞ്ഞ ലോട്ട എന്ന് പറയും. അപ്പൊ അന്നൊക്കെ അതിങ്ങനെ ഒരു ലോട്ട കിട്ടിയാ മതി. സുബ്ഹാന ജല്ല ജലാലുഹു, എന്തൊരു സന്തോഷ. അതേ സമയത്ത് എന്നാണ് ഞാൻ വാല് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിങ്ങനെ വാലിലേക്ക് പോകുമ്പോ എന്റെ കുട്ടിക്ക് ഓൻ പഠിക്കണ ചെറിയ കുട്ടിയാണ്, ഓൻക്ക് പിന്നെ പ്രസംഗത്തില് സമ്മാനം കിട്ടി. അതുപോലെ തന്നെ വേറെ എന്തോന്നും സമ്മാനം കിട്ടിയപ്പോ എന്റെ ഭാര്യ ആ ഫോട്ടോ ഇങ്ങനെ എടുത്ത് അയച്ചു തന്നു. എനിക്കത് വലിയ സന്തോഷം തോന്നിപ്പോയി. കാരണം നമ്മളിങ്ങനെ പോകുമ്പോ നമ്മളെ ഭാര്യമാർ നമ്മളെ മക്കളെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അത് വലിയ വിഷയമാണ്. കാരണം ഉമ്മമാരാണ് മക്കളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ബാപ്പമാരൊക്കെ പുറത്തല്ലേ ഉണ്ടാവുക. അപ്പൊ അവരിങ്ങനെ ശ്രദ്ധിക്കുന്നു, അവർ പഠിപ്പിക്കുന്നു, കുട്ടികളെ വളർത്തുന്നു. അതനുസരിച്ച് കുട്ടികൾ നല്ല പെർഫോമൻസ് കാണിച്ച് നല്ല കഴിവ് തെളിയിക്കും. അവർ സമ്മാനം വാങ്ങുമ്പോൾ അതിങ്ങനെ അയച്ചു തരുമ്പോ ബാപ്പമാർക്ക് ഇപ്പൊ എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും മക്കൾ ഉയർച്ച കാണുമ്പോൾ ആർക്കെങ്കിലും അസൂയ തോന്നുന്നു? അസൂയ തോന്നുന്നു. ഇപ്പൊ എന്റെ മോന് ഉദാഹരണം പറയാം. ഓൻ ഇപ്പൊ ഇങ്ങനെ ചെറുത് ഇങ്ങനെ വരുന്നേ ഉള്ളൂ, ഇപ്പൊ വാല് പറയാനൊന്നും ആയിട്ടില്ല. അപ്പൊ എന്റെ മോനും എന്നെക്കാളും ഉഷാറിൽ വാല് പറയുന്നു എന്ന് കരുതാ. അപ്പൊ നാട്ടുകാരൊക്കെ പറയും, നിങ്ങൾ വാതിരെ കാട്ടി നിങ്ങൾ മോന്റെ വാതേ ഭാര്യയ്ക്കൊക്കെ കൊസ്തി അവിടെ എന്ന് പറയുമ്പോ ഞാൻ ഓ ഇപ്പോ മരത്തേക്കാളും കൊമ്പ് വലുതാന്നാ അതാ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും എന്റെ കൽബിൽ ചൊറിയാൻ തുടങ്ങുമോ? എന്നത്തോടെ ചൊറിയണ ബാപ്പമാർ ഇന്നുണ്ട്. അത് അത്ഭുതം. അതിപ്പോ ഞാൻ ഇതിലേക്ക് കിടക്കണില്ല. ഓൻ ബിസിനസ്സിൽ ഇപ്പൊ എന്നെക്കാളും വലുതായി പോവാനാന്ന് അറിഞ്ഞിട്ട് ബാപ്പൊക്കെ ചൊരിയുന്നു. എവിടെയാണെന്ന് നിങ്ങൾ ചോദിക്കണ്ട, അങ്ങനെ ചൊരിയുന്ന ബാപ്പമാരുണ്ട്. അങ്ങനല്ലോ ബാപ്പ ചിന്തിക്കേണ്ട എന്താ? എന്റെ മോൻ വളർന്നാൽ ഞാൻ വളർന്ന പോലെയാണ്. ഞാനും എന്റെ മോനും അങ്ങനെ ബെമ്പറൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ സമ്മാനം കിട്ടിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് പിന്നെ ജമാഅത്ത് കമ്മിറ്റിക്കാരൊക്കെ സമ്മാനം കൊടുക്കുന്ന മാഷാ അല്ലാഹ് എന്ത് സമ്മാനം. ഈ സമ്മാനം എല്ലാം കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്ന റബീഉൽ അവ്വൽ ഞങ്ങളൊക്കെ ഇക്കാലത്ത് പാട്ടും പ്രസംഗമൊക്കെ നടത്തേണ്ട ആളുകളായിരുന്നു. ഈ സമ്മാനമൊക്കെ വലിയ സമ്മാനമൊക്കെ കിട്ടുമ്പോ എന്ത് സമ്മാനം ഓരോരുത്തർക്ക് കിട്ടുക. ഞാൻ പറഞ്ഞത്, എന്നാൽ ഈ പറയുന്നതൊരു ചെറിയ സമ്മാനമല്ല. സമ്മാനം നൽകുന്നവൻ അല്ലാഹയാണ്. ആർക്ക് നൽകിയതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകൾക്കാണ്. ആറ് മുഖേനയാണത് കൊടുത്തയച്ചത്? പകരം വെക്കാനില്ലാത്ത നേതാവല്ലേ. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദജിം മിനൽ ദുലമി വബിത്ത തർഖാ ഇലാ അന്നിൽത മൻസിലതൻ മിൻ ഖാബി ഖൗസൈൻ ലം തുദ്റക വലം തുറമി. എല്ലാവരും ഉറക്കെ മദീനയിലേക്ക് ഒരു സ്വലാത്ത് ചൊല്ലു. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ആ നേതാവ് മുഖേനയല്ലേ സമ്മാനം ലഭിക്കുന്നത്. ഇതുപോലത്തെ ഒരു റജബ്, മിഅ്റാജിന്റെ രാവിൽ റജബ് 27 രാവ്, അതേ മസ്ജിദുൽ ഹറാം
മക്കത്തെ പള്ളിയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് വരെ ഇസ്രാ യാത്ര നടത്തി, രാപ്രയാണം നടത്തി. ആ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് അല്ലാഹു ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് മിഅ്റാജ് യാത്ര നടത്തിയില്ലേ, കയറിപ്പോയില്ലേ? ആ രാപ്രയാണം നടത്തുമ്പോ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബറിന്റെ അരികിലൂടെയല്ലേ പോകുന്നത്? മൂസാ നബി അലൈഹിസ്സലാം അമ്പിയാക്കൾക്ക് വലിയ പവറാണ്, ഔലിയാക്കൾക്ക് വലിയ പവറാണ്. ചില ആളുകൾ പറയാറില്ലേ, അമ്പിയാക്കളുടെ ശരീരം മണ്ണിലങ്ങ് ജീർണിച്ചു പോകുമെന്ന് പറയാറില്ലേ? എന്തിനേറെ പറയണം, ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം പോലും അങ്ങനെയാണെന്ന് പറഞ്ഞവരില്ലേ? അവരോട് സ്നേഹബന്ധം വേണ്ട എന്ന് പറയുമ്പോ വേറെ ചില ആളുകൾക്ക് ചൊരിച്ചിലാണ്. ഹബീബായ തങ്ങളെ ആ നിലക്ക് പറയുന്നവരോട് എന്ത് സ്നേഹബന്ധം! ആ സ്നേഹം ബന്ധം പാടില്ല എന്ന് കാണിച്ചു തന്ന മഹാനല്ലേ സയ്യിദുനാ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ സ്നേഹബന്ധം പാടില്ല എന്ന് കാണിച്ചു തന്ന മഹാനല്ലേ ശംസുൽ ഉലമാ ഇകെ ഉസ്താദ് നവറല്ലാഹു മർഖദാ. ഈ നാട് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വാദിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദുനാ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവരുകളെ വല്ലാതെ സ്നേഹിച്ച നാടും തങ്ങളവരുകൾ ധാരാളം തവണ ഈ നാട്ടിൽ വന്ന മഹാനാണ്. അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ. ഞാൻ ആദ്യമായിട്ട് പൈമ്പച്ചാൽക്ക് വാദിന് വന്ന സമയം കുറച്ച് വർഷം മുമ്പാണ്. ഇത് 3-ാം തവണയാണ് ഞാൻ വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് വരുമ്പോ ഇന്ന് കുറച്ചെങ്കിലും റോഡ് ഓക്കെയാണ്. അന്ന് വരുമ്പോ ഇത് പോയി കിട്ടണില്ല, എത്തുന്നില്ല. അങ്ങനെ അവസാനം ഞാൻ എന്റെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, നേരെ മുന്നിലുള്ള വണ്ടിന്റെ നമ്പറെല്ലാം ശരിക്കും നോക്കി വെച്ചോ, കാരണം എവിടേക്കാ കൊണ്ടുപോകണമെന്ന് അറിയില്ലല്ലോ. നാളൊരു സ്ഥലത്ത് വാതിന് ഉണ്ട്, ഞാനിവിടെ ഒരു കിണറ്റിന്റെ അടുത്ത് നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. മൂപ്പർ ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുക, ഞങ്ങൾ പോകാൻ വേണ്ടി. കിണറ്റിന്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ കൂടെയുള്ളവരോട് ചോദിച്ചു, ഇത് ബാദിന് വിളിച്ചതാണോ അല്ല കിണറ്റിലേക്ക് കൊണ്ടുപോയിട്ട് ഇടാൻ വിളിച്ചതാ? ഇയാൾക്ക് വേറെ എത്ര സ്ഥലമുണ്ട്, എന്തിന് കിണറ്റിന്റെ അടുത്ത് തന്നെ ഉള്ളത്? അപ്പൊ അന്ന് വന്നപ്പോ ഞാനിവിടെ വന്നിട്ട് എത്തിയാൽ എത്ര പോയാലും എത്തൂലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴാണ് എന്നോട് നാട്ടുകാർ പറഞ്ഞു, പൈമ്പച്ചാലുകാർ പറഞ്ഞു, ഉസ്താദേ താജുൽ ഉലമ വന്ന നാടാ ഇത് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അവരൊക്കെ വന്നാ പിന്നെ വേറൊന്നും നോക്കാനുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള മഹാനവരുകളെ വലിയ ഇതുള്ള നാടാണ്. അങ്ങനെ ഉണ്ടല്ലോ. അല്ലാഹു തആല അവരുടെയൊക്കെ തണല് ദീർഘകാലം ഈ നാട്ടിലെക്കാലത്തും അല്ലാഹു തആല നിലനിർത്തി തരട്ടെ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബറിന്റെ അരികിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റജബ് 27-ാം രാവിൽ പോകുന്നത്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? റഅയ്തു മൂസാ ഖായിമൻ യുസല്ലി ഫീ ഖബ്രിഹി. ഇതാരാ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറഞ്ഞത്. തങ്ങൾ പറഞ്ഞത് കളവാകുമോ നുണയാകുമോ? റഅയ്തു മൂസാ നബി അലൈഹിസ്സലാമിനെ ഞാൻ കണ്ടു. സ്വപ്നം കണ്ടു എന്നല്ല പറഞ്ഞത്, നേരിട്ട് കണ്ടു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബറിൽ നിന്നിട്ട് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലവും മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലം അതിന്റെ ഇടയ്ക്ക് എത്ര വ്യത്യാസമുണ്ട്. ആ മൂസാ നബി അലൈഹിസ്സലാമിനെ ഞാനതാ ഖബറിൽ മൂസാ നബി അലൈഹിസ്സലാം നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ. അമ്പിയാക്കളുടെ ശരീരം മണ്ണ് തിന്നുന്നതിനെ അല്ലാഹു തആല മണ്ണിനെ നിഷേധമാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത് നൗഫൽ സഖാഫി കളസയല്ലല്ലോ. ലോക നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ. അതുകൊണ്ടല്ലേ അവിടുന്ന് അള്ളാനെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോ സമ്മാനം കിട്ടുകയാണ്. 50 നേരത്തെ നിസ്കാരം, 50 നിസ്കാരമാണ് സമ്മാനമായി കിട്ടുക.
കിട്ടുന്നത്. തിരിച്ചു വരുമ്പോ പോകുമ്പോൾ കണ്ടുപോയ മൂസാ നബി അലൈഹിസ്സലാം തിരിച്ചു വരുമ്പോ മൂസാ നബി അലൈഹിസ്സലാം ഹബീബായ തങ്ങളുടെ ഉമ്മത്തുകളുടെ കാര്യത്തിൽ ഇടപെടുകയാണ്. ഔലിയാക്കളെ സിയാറത്ത് ചെയ്തവൻ കുടുങ്ങൂല, അമ്പിയാക്കളെ സിയാറത്ത് ചെയ്തവൻ കുടുങ്ങൂല. ഖാജാ തങ്ങളുടെ അരികിൽ എന്ത് നിയത്ത് വെച്ചിട്ടാണോ പോകുന്നത് പരിഹാരം ഉറപ്പാണ്. ഈ വാള് പറയുന്ന എനിക്ക് തന്നെ എത്രയോ സംഭവങ്ങളുണ്ട്. ഞാൻ ഓരോ തവണ അവിടെ സിയാറത്തിന് പോയപ്പോ എന്ത് കാര്യം ഉദ്ദേശിച്ചിട്ട് പോയതാണോ നാട്ടിൽ തിരിച്ചെത്തുമ്പോഴേക്ക് എനിക്കതിന് പരിഹാരം കിട്ടാതെ പോയിട്ടില്ല. അനുഭവത്തെക്കാൾ വലിയ തെളിവ് പറയേണ്ട ആവശ്യമുണ്ടോ? മൂസാ നബി അലൈഹിസ്സലാം ഇടപെടുകയാണ്. നബിയെ എന്ത് കിട്ടി സമ്മാനമായിട്ട്? ഹബീബായ തങ്ങൾ പറഞ്ഞു, വലിയ കുസിയിലാ പറയുന്നത്, വലിയ ആവേശത്തിലാ പറയുന്നത്. നേതാവ് എന്ന് പറഞ്ഞ അങ്ങനെയാണല്ലോ, അനുയായികൾക്ക് സമ്മാനം കിട്ടുമ്പോ നേതാവിന് അസൂയ തോന്നൂല, അസൂയ തോന്നാൻ പാടില്ല. അങ്ങനെ അനുയായികളുടെ വളർച്ച കാണുമ്പോ അസൂയ തോന്നുന്ന നേതാവാണോ അയാള് പേരിനൊരു നേതാവാണ് എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഒറിജിനാലിറ്റി ലീഡർഷിപ്പ് ഉള്ള നേതാവ് അല്ലേ അല്ല. ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്തോഷം തോന്നി. 50 നിസ്കാരമാ കിട്ടിയത് മൂസാ നബിയെ. മൂസാ നബി അലൈഹിസ്സലാം ഉടനെ പറയാണ്, ഇന്ന ഉമ്മതക ലാ തസ്തതിഉ 50 സ്വലാ കുല്ല യൗം. എല്ലാ ദിവസവും 50 നിസ്കാരം. എന്താ നബിയെ പറയണേ? മൂസാ നബി അലൈഹിസ്സലാം ഇടപെടാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതാണ്. നുണയാണ്, കള്ളമാണെന്ന് പറയാൻ കഴിയില്ല. മൂസാ നബി അലൈഹിസ്സലാം ഏത് കാലത്ത് ജീവിച്ചു? ഹബീബായ തങ്ങൾ ഏത് കാലത്ത് ജീവിച്ചു? ആ മൂസാ നബി അലൈഹിസ്സലാമാണ് തിരിച്ചു വരുമ്പോ ചോദിക്കുന്നത്, നബിയെ എന്ത് കിട്ടി? 50 സ്വലാ കുല്ല യൗം. എവരിഡേ, എല്ലാ ദിവസം 50 നിസ്കാരം കിട്ടി. വലിയ ആവേശത്തിലാണ് പറയുന്നത്, വലിയ സന്തോഷത്തിൽ, ഉമ്മത്തിന് വലിയ സമ്മാനം കിട്ടിയല്ലോ എന്ന് പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്ന ഉമ്മത്തക ലാ തസ്തതിഉ 50 സ്വലാ കുല്ല യൗം. നബിയെ, നിങ്ങളുടെ ഉമ്മത്തുകൾക്ക് കയ്യിലെ നബിയെ. ഞാൻ പറയുമ്പോ അവിടുത്തെ ഉമ്മത്തിനെ കൊച്ചാക്കാന്നല്ല. അതുകൊണ്ട് ഈ ഉമ്മത്ത് നിസ്കരിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു നബിയും കൂടിയുണ്ട്. അത് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം. ഭാരം കുറച്ചു തന്ന നബിയാണ് നബിയുല്ലാഹി മൂസാ. മൂസാ നബി അലൈഹിസ്സലാമിനെ ഓർക്കാതെ ഒരു നേരത്തെ നിസ്കാരവും ഒരു മുഅ്മിനും നിസ്കരിക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ആരെങ്കിലും ഓർക്കാറുണ്ടോ മൂസാ നബിയെ നിസ്കരിക്കുമ്പോ? ഇല്ല. അതുകൊണ്ടാണ് അത്തഹിയാത്തിൽ സലാം പറയുമ്പോ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറയുമ്പോ എല്ലാ സ്വാലിഹീങ്ങൾക്ക് സലാം പറയുമ്പോ മൂസാ നബി അലൈഹിസ്സലാമിനെ മറക്കരുത്. ആ സ്വാലിഹീങ്ങളിൽ മൂസാ നബി അലൈഹിസ്സലാം ഉണ്ട്. മൂസാ നബിയാണ് നബി തങ്ങളോട് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാ ദിവസം 50 നിസ്കാരം അവിടുത്തെ ഉമ്മത്തിന് കഴിയില്ല മൂസാ നബിയെ. കാരണം ഞാൻ ജനങ്ങളെ പരീക്ഷിച്ച ആളാണ്. നിങ്ങൾക്ക് മുമ്പ് ഞാൻ ജനങ്ങളെ പരീക്ഷിച്ചിട്ടുണ്ട്. ബനൂ ഇസ്രായേലിനെ ഞാൻ ചികിത്സിച്ചിട്ടുണ്ട്. അവർക്ക് അതൊന്നും കഴിയില്ല മൂസാ നബിയെ. അതുകൊണ്ട് റബ്ബിന്റെ അരികിൽ പോയി ഒന്ന് കുറക്കാൻ വേണ്ടി പറയണം. തങ്ങൾക്ക് കഴിയും, പക്ഷേ ഉമ്മത്തിന് കഴിയില്ല. കുറക്കാൻ വേണ്ടി പറയണം. അല്ലാഹു തആലയുടെ അരികിൽ വീണ്ടും പോയി മടങ്ങുകയാണ്. 10 കുറച്ചു തന്നു, ചുരുക്കി തന്നു. വീണ്ടും പോകാൻ പറഞ്ഞു, വീണ്ടും 10 കുറച്ചു, വീണ്ടും 10 കുറച്ചു, പിന്നെ അവസാനം 5 കുറച്ചു. ഇനി 50-ൽ നിന്ന് 5 മാത്രം ബാക്കിയാണ്. ആ 5 ബാക്കിയാകുമ്പോൾ 50-ൽ 5 മാത്രം ബാക്കിയാണ്. ആ 50 അങ്ങ് ബാക്കിയായപ്പോ 50-ൽ 5 മാത്രം ബാക്കിയാണ്. പോരാ നബിയെ, വീണ്ടും പോകണം. ആ 5 കൊണ്ട് നിങ്ങൾ ഉമ്മത്തിനൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോ ഇനി എനിക്ക് പോകാൻ കഴിയില്ല, എനിക്ക് നാണം തോന്നുന്നു,
സഅൽതു റബ്ബി ഹത്തസ്തഹയൈതു, നാണമുണ്ടാകുന്നത് വരെ, ലജ്ജയുണ്ടാകുന്നത് വരെ ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ചു പോയി. ഇനി 5 വക്തും കൂടി കുറക്കണമെന്ന് ചോദിക്കാൻ എന്നെ കിട്ടൂല മൂസാ നബിയേ. നമ്മുടെ ഈ മഹത്തായ സദസ്സിന് ആത്മീയമായ നേതൃത്വം നൽകാൻ, നമ്മെ ഉപദേശിക്കാൻ, നമുക്ക് വേണ്ടി ദുആ ചെയ്തു തരാൻ ആദരണീയരായ മുത്തന്നൂർ തങ്ങളവരുകൾ നമ്മുടെ വേദിയിൽ വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ നമ്മുടെ വേദിയിൽ എത്തി. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് തങ്ങളുപ്പാപ്പാന്റെ ഉപദേശവും ദുആയും അതൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈ നാട്ടുകാരും ഈ പരിസരത്തുള്ള നിങ്ങൾ എല്ലാവരും. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. റജബ് 27 നിസ്കാരം സമ്മാനം ലഭിച്ച സമയമാണ്, ആ മാസമാണ് റജബ്. അതുകൊണ്ട് ഈ സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ ഒരു തീരുമാനം, നിസ്കാരം ലാഘവത്തോടെ കാണാതെ ഇനി എന്റെ ജീവിതത്തിൽ ഒരു നേരത്തെ നിസ്കാരം പോലും സമയത്തെ തൊട്ട് പിന്തിപ്പിക്കില്ല. ആ വലിയ തീരുമാനത്തോട് പിരിഞ്ഞു പോകണം. ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ ഇന്നത്തെ വാല് നിർത്തുന്നു. അതുകൊണ്ടല്ലേ മിഅ്റാജ് യാത്ര ചെയ്യുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ചില സ്ത്രീകൾ ശിക്ഷിക്കപ്പെടുകയാണ്. എങ്ങനെയാണ് ശിക്ഷിക്കപ്പെടുന്നത്? 2 കാലുകൾ സ്തനങ്ങളിലേക്ക് കെട്ടിവെച്ചിട്ടുണ്ട്, 2 കൈകൾ മൂർദാവിലേക്ക് കെട്ടിവെച്ചിട്ടുണ്ട്. അനക്കാൻ കഴിയുന്നില്ല, നടക്കാൻ കഴിയുന്നില്ല. അല്ലാഹു തആല അവരിലേക്ക് പാമ്പുകളെ പറഞ്ഞു വിടുന്നു, തേളുകളെ പറഞ്ഞു വിടുന്നു. ആ സ്ത്രീകൾ ആരാണെന്നറിയുമോ? ജനാബത്ത് കുളിക്കാത്തവരാണ്, ഹൈള് കുളിക്കാത്തവരാണ്. ഇത് പറഞ്ഞതിന് ശേഷം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, വതസ്തഹ്സിഉ ബിസ്സലാത്ത്, നിസ്കാരത്തെ നെവർ മൈൻഡ് ചെയ്തവരാണ്, നിസ്കാരത്തെ കെയർ ചെയ്യാത്തവരാണ്. നിസ്കാരം കൈവിട്ടവർക്ക് വലിയ അദാബാണ്. അതുകൊണ്ട് ഈ സമ്മാനം അതൊരു ചെറിയ സമ്മാനമല്ല. ഈ സമ്മാനം നെഞ്ചിലേറ്റി ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു നേരത്തെ നിസ്കാരം പോലും മുടക്കില്ല എന്ന വലിയ വാശിയോടുകൂടെ ഇന്നത്തെ സദസ്സിൽ നിന്ന് പിരിയണം. വലിയ വലിയ വാശിക്കാരല്ലേ നമ്മള്? ഓരോ വാശിയും പിടിച്ച് നടക്കുകയല്ലേ? നല്ല വിഷയങ്ങളിൽ നല്ല വാശി നല്ലതാണ്. ആവശ്യമില്ലാത്തതിൽ വാശി ആവശ്യമില്ലാത്തതാണ്. വാശി വേണ്ടത് നിസ്കാരത്തിന്റെ വിഷയത്തിലാണ്. സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുകൾ കാണിച്ചു തന്ന വഴിയാണത്. അങ്ങനെ ജീവിച്ചതുകൊണ്ടാണ് അവസാനം ഒരു നല്ല മരണം. ഒരു ദിവസം റജബിൽ ഇശാ നിസ്കാരത്തിന് ശേഷം തന്റെ മുറിയിലങ്ങ് കടക്കുകയാണ്. വാഗലഖൽ ബാബ, വാതിലങ്ങ് അടച്ചു കളഞ്ഞു. വലം യഫ്തഹ് ഇല സുബ്ഹി, ഉള്ളിൽ ഒറ്റക്കാണ്. സുബ്ഹി വരെ വാതിൽ തുറന്നില്ല. ആളുകളെല്ലാം വാതിലിൻ പുറത്ത് നിൽക്കുകയാണ്. വഹും യസ്മഊന മിൻ ദാഖിലിഹാ സൗത വത്ഇൽ അഖ്ദാർ. ഖാജ തങ്ങളുടെ മുറിയുടെ അകത്ത് റൂമിന്റെ ഉള്ളിൽ പലരും ഇങ്ങനെ നടക്കുന്ന ശബ്ദം കേൾക്കുന്നു. അകത്ത് ആരുമില്ല, ഖാജ തങ്ങൾ ഒറ്റക്കാണ്. പക്ഷേ പുറത്തുള്ളവർ ആ ശബ്ദം കേൾക്കുന്നു.
സുബ്ഹിയോട് അടുത്ത സമയം എന്തേ ഖാജാ തങ്ങൾ വാതില് തുറക്കാത്തത്? എന്നും സുബ്ഹിയോട് അടുത്ത സമയമാകുമ്പോ വാതില് തുറക്കൂ, ഇന്നെന്തേ വാതില് തുറക്കാത്തത്? ഫഫതഹു, അവരങ്ങ് വന്ന് വാതിലങ്ങ് തുറന്നു. നോക്കുമ്പോ ഫവജദു വാസിലൻ ഇലാ ഹബീബിഹി, യജമാനനായ റബ്ബിലേക്ക് നീങ്ങിയതായിട്ടാണ് കാണുന്നത്. ഈ ലോകത്തോട് വിട പറഞ്ഞതായിട്ടാണ് കാണുന്നത്. വലിയ അത്ഭുതത്തോടെയാണ് വഫാത്തായത്. മക്തൂബൻ ഫീ ജബ്ഹതിഹി ഹബീബുല്ലാഹി മാത ഫീ ഹുബ്ബില്ലാഹ്. അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട ഒരടിമ അല്ലാഹുവിന്റെ ഇഷ്ടത്തിലായി ലോകത്തോട് വിട പറഞ്ഞു പോയില്ലേ? ആ വഫാത്ത് മഹാനവരികൾക്ക് ലഭിച്ചത് അങ്ങനെയുള്ള ഒരു നല്ല ജീവിതം കാഴ്ചവെച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് മഹാനവരികൾ ഉൾപ്പെടെ സർവമഹാന്മാര് കാണിച്ചു തന്ന വഴിയിൽ സഞ്ചരിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹ്, നീ ഞങ്ങൾക്കതിന് തൗഫീഖ് ചെയ്യണം റഹ്മാനേ എന്ന് ദുആ ചെയ്ത് നിർത്തുന്നു. ബഹുമാനപ്പെട്ട മുത്തന്നൂർ തങ്ങളുപ്പാപ്പ ദീർഘ യാത്ര ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ ഇവിടെ എത്തിയ ഉടനെ സംഘാടകരോട് ചോദിച്ചത് തങ്ങള് എവിടെ എത്തി, എപ്പോ പുറപ്പെട്ടു, എപ്പോ ഇവിടെ എത്തും എന്നൊക്കെയാണ്. അവരൊക്കെ ഓരോ ദിവസം, ഇന്നെന്താന്ന് എനിക്കറിയില്ല, ഓരോ ദിവസം പലയിടങ്ങളിലും പോകുന്നവരാണ്. ബഹുമാനപ്പെട്ട മുത്തന്നൂർ തങ്ങൾ എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് നമുക്ക് വലിയ ആവേശമാണ്. ഓരോ സദസ്സുകളിലും ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ഇപ്പൊ തന്നെ നമ്മുടെ കർണാടകയിൽ പലയിടങ്ങളിലും ഉറൂസിന്റെ പരിപാടികളിലും അതുപോലെ തന്നെ സ്വലാത്ത് വാർഷിക പരിപാടികളിലും അതുപോലെ മറ്റുള്ള ആണ്ടു നേർച്ച പരിപാടികൾ ഇങ്ങനെ തുടങ്ങി ഒട്ടുമിക്ക പരിപാടികളിലും ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാന്റെ നേതൃത്വം കാണുന്നുണ്ട്. അവിടുത്തെ ദുആകളും അവിടുത്തെ ഉപദേശങ്ങളും ഉള്ളതായി പലയിടത്തും അറിയുന്നുണ്ട്. അല്ലാഹു ആ തണല് ദീർഘകാലം നല്ല ആരോഗ്യത്തോടെ അല്ലാഹു തആല നിലനിർത്തി തരട്ടെ എന്ന് ദുആ ചെയ്യുന്നു. തങ്ങളുപ്പാപ്പാന്റെ ഉപദേശവും ദുആയും ഒക്കെ ഇവിടെ നടക്കും. തങ്ങളുപ്പാപ്പ എല്ലാവർക്കും വലിയ ആവേശമാണ്. ഞാനിത് വെറുതെ പറയല്ല. ഓരോ നാട്ടിൽ പോയാൽ, നേരത്തെ കൂറത്തങ്ങള് ഇവിടുന്ന് ഇറങ്ങുമ്പോ മൈക്ക് കൂടെ പറഞ്ഞതാ, തങ്ങൾ 2 വട്ടം ചോദിച്ചു മുത്തന്നൂർ തങ്ങൾ എത്തിയോ 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 എന്ന്. സാധാരണഗതിയിൽ കൂറത്തങ്ങളുപ്പാപ്പ അങ്ങനെ ചോദിക്കാറില്ല. അങ്ങനെയാണ് തങ്ങളുപ്പാപ്പന്റെ ഒരു സ്വഭാവം. അങ്ങനെയാണ്, ഉള്ളതുപോലെ തുറന്നു പറയും. ഇവിടെ ഒരുപാട് ഉപദേശം തന്നു. ചിലപ്പോ ചില ഉപദേശം കേൾക്കുമ്പോ ചിലപ്പോ തോന്നും അതങ്ങനെ പറയേണ്ടില്ല എന്നിങ്ങനെ പറയേണ്ടില്ല എന്നൊന്നും. പക്ഷേ അതിന്റെ ഒക്കെ പിന്നെ ഉള്ളിലെ ഒരു പൊരുൾ അത് വേറെ തന്നെ ആയിരിക്കും. അത് പിന്നീടാണ് മനസ്സിലാവുക. അങ്ങനെ തങ്ങളുപ്പാപ്പ ചെയ്തതും പ്രവർത്തിച്ചതും എത്രയോ കാര്യങ്ങൾ പിന്നീട് ആ വഴിക്ക് നീങ്ങിയത് നമ്മളൊക്കെ നേരിട്ട് എത്രയോ അനുഭവിക്കുകയും കാണുകയും ചെയ്തതാണല്ലോ. അപ്പൊ കൂറത്തെ തങ്ങളും ഇവിടെ അവസാനം മൈക്ക് വിട്ടിട്ട് ഇവിടെ ഇറങ്ങുന്ന സമയത്ത് തങ്ങളുപ്പാപ്പ ചോദിച്ചതാണ് തന്നൂർ തങ്ങൾ എത്തിയോ. അവസാനം ഇവിടുത്തെ ഉസ്താദ് ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം 10ാം വാർഷികമാണ് അടുത്ത വർഷം. അപ്പൊ ഒരാഗ്രഹമാണ് 3 പിന്നെ പാവപ്പെട്ട പെൺകുട്ടികളെ പിന്നെ ഒരു കെട്ടിച്ചയക്കണ ഒരു പരിപാടിയും കൂടി നടത്തണം എന്ന് പറയുമ്പോ അപ്പൊ ഇവിടുന്ന് കൂറത്തങ്ങൾ അതിന്റെ സംഗതി അങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു ഇനി ഇൻഷാ അല്ലാഹ് മുത്തന്നൂർ തങ്ങൾ വരും, ഓര് വന്നാ പിന്നെ എല്ലാം ഉഷാറാകും എന്ന് തങ്ങളുപ്പാപ്പ ഇവിടുന്ന് പറഞ്ഞിട്ട് പോയതാ. സാധാരണഗതിയിൽ അങ്ങനെ തങ്ങൾ അങ്ങനെ ആരെയും പറയാറില്ല. നമ്മളിപ്പോ എത്രയോ കണ്ടതല്ലേ കൂറത്തങ്ങളെ, നമ്മൾ പലയിടത്തും കാണുകയാണ്, അവിടുത്തെ സംസാരം പലയിടത്തും കേൾക്കുകയാണ്. അങ്ങനെയൊന്നും തങ്ങൾ പറയില്ല. പക്ഷെ ഇവിടെ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ കേട്ടു. അതങ്ങനെയാണ് ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ അങ്ങനെയാണ്. എത്ര സ്ഥലങ്ങളിലാണ് ഞങ്ങൾക്ക് അനുഭവമുണ്ട്, ഞങ്ങൾ കണ്ടതാണ്. എത്ര സ്ഥലങ്ങളിൽ ബഹുമാനപ്പെട്ട ഒരുപാട് സാദാത്തുക്കൾക്ക് വ്യത്യസ്തമായ മേഖലയാണ്. ബഹുമാനപ്പെട്ട മുത്തന്നൂർ തങ്ങൾ എന്ന് കേൾക്കുമ്പോഴേക്ക് മദ്രസകൾ ഓർമ്മ വരികയാണ്. മദ്രസ എന്ന് പറയുമ്പോഴേക്ക് മുത്തന്നൂർ തങ്ങളുപ്പാപ്പനെ ഓർമ്മ വരികയാണ്. കാരണം എത്രയോ സ്ഥലങ്ങളിൽ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാന്റെ നേതൃത്വത്തിലായി വലിയ ഒരു അജണ്ട ഉണ്ടായിരുന്നു. തങ്ങൾക്ക് 313 എന്ന മദ്രസ അതിപ്പോ പിടുത്തം വിട്ടുകണോ എവിടെ എത്തിക്കണോ എന്നൊന്നും നമുക്ക് അറിയില്ല. അത് ഓരോ സ്ഥലങ്ങളിൽ അത് തങ്ങളുപ്പാപ്പ തന്നെ ഇൻഷാ അല്ലാഹ് അവിടുന്ന് പറയും ഇവിടെ അവസരം ഉണ്ടാകുമ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ മദ്രസ ഉണ്ടാക്കുകയാണ് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ. കാരണം
സ്ഥാപനങ്ങൾ, കോളേജുകൾ, ദർസുകൾ അതെല്ലാം പിന്നെയാണ്. അടിസ്ഥാനം, അടിത്തറ മദ്രസയാണ്. ദഅവയുടെ പ്രബോധനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല മദ്രസയാണ്. മദ്രസയാണ് ആദ്യത്തെ പഠന കേന്ദ്രം. അതുകൊണ്ട് ആ മദ്രസ എത്ര സ്ഥലങ്ങളിലാണ് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അവിടെ മദ്രസ ആവശ്യം വരുമ്പോ അവിടുന്ന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും. അങ്ങനെ മദ്രസ എന്ന് പറഞ്ഞ നാളെ ഇവിടെ ഒരു സ്ഥലത്ത് ചെന്നപ്പോ മദ്രസക്ക് AC പിരിക്കുകയാണ്. പള്ളിക്ക് AC അല്ല, മദ്രസക്ക് കുട്ടികൾ പഠിക്കാൻ AC. അങ്ങനെ വേണ്ടേ? അതൊക്കെ നല്ല സൗകര്യത്തിൽ നമ്മുടെ കുട്ടികൾ പഠിക്കണം. കാരണം പഴയ കാലം പോലെ അല്ലല്ലോ ഇന്ന് കുട്ടികൾക്ക് സൗകര്യം കൊടുക്കുന്നതിന് വിരോധമൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ നല്ല ഹൈടെക് മദ്രസകൾ ഇങ്ങനെ ചില സ്ഥലത്തല്ല മദ്രസെല്ലാം ചെന്ന് നോക്കിയാൽ സാറിനാക്കാത്തതും അതില് നാളൊരു സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോ ലൈറ്റ് തന്നെ ഇല്ല. അപ്പോ എത്രയോ ദിവസമായി ലൈറ്റ് പോയിട്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനൊന്നുമല്ല, നല്ല ഹൈടെക് മദ്രസ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാന്റെ നേതൃത്വത്തിൽ അത് അവിടത്തേക്ക് കിട്ടിയ പൊരുത്തം അവിടുത്തെ ഉസ്താദുമാരെ പൊരുത്തമാണ്. അവിടുന്ന് ഏത് സദസ്സിൽ പോയി, എത്ര ചെറിയ സദസ്സാകട്ടെ വലിയ സദസ്സാകട്ടെ, എന്തു ചോദിച്ചാലും ആ സദസ്സിൽ നിന്ന് ആ കാര്യം പൂർത്തിയാക്കിയിട്ടാണ് മഹാനവരുകൾ പോകാറ് തന്നെ. ഞാൻ പറയുന്നത് അതൊക്കെ അവിടത്തേക്ക് ഉസ്താദുമാരുടെ പൊരുത്തമാണ്. മഹാനവരുകളുടെ ഈ നേതൃത്വം കണ്ട് ഏറ്റവും സന്തോഷിക്കുന്നത് ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമാ AP ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. നേരത്തെ കൂറത്തങ്ങൾ പാപ്പ പറഞ്ഞില്ലേ, ഇവിടെ അൽഹംദുലില്ലാ ഉസ്താദ് അവർ വന്ന നാടാണ് നമ്മുടെ പൈമ്പച്ചാൽ. നേരത്തെ പറഞ്ഞില്ലേ, മഹാന്മാരുടെ ദുആ, ആലിമീങ്ങളുടെ ദുആ, മുതഅല്ലിമുകളുടെ ദുആ, നിങ്ങളെ പോലെയുള്ള മുത്തു മുഅ്മിനീങ്ങളുടെ ദുആയാണ് ബഹുമാനപ്പെട്ട ശൈഖുനാക്ക് കിട്ടിയത്. അൽഹംദുലില്ലാ. ഇപ്പൊ എന്തൊരു സന്തോഷം! ഞങ്ങൾ ആരും ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. എല്ലാരും സംസാരിച്ചിരുന്ന സംസാരം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? ഇനി ഉസ്താദക്ക് എവിടേക്കും പോകാൻ കഴിയില്ല തോന്നുന്നുണ്ടല്ലേ. ഇനി മർക്കസിലിരുന്ന്, നോളേജ് സിറ്റിയിൽ ഇരുന്ന് അവിടെ നിന്ന് ഇങ്ങനെ ബുഖാരി ക്ലാസ് നടത്തും. ആളുകൾ കാണേണ്ടവരൊക്കെ ഉസ്താദിനെ അങ്ങോട്ട് ചെന്ന് കാണുക. അങ്ങനെ ആയിരിക്കുമല്ലോ എന്ന് ഞങ്ങളൊക്കെ ആശങ്കപ്പെട്ടിരുന്നു. അൽഹംദുലില്ലാ, ഉസ്താദ് അങ്ങനെ ഉണ്ടല്ലോ, നമ്മുടെ കൺമുന്നിൽ നമ്മൾ കണ്ടതാണല്ലോ, എല്ലാ വേദികളിലും വരുന്നു. അൽഹംദുലില്ലാ. ഇപ്പൊ കുവൈത്തിലാണ് മഹാനവരുകൾ ഉള്ളത്, ശൈഖുനയുള്ളത് കുവൈത്തിലാണ്. കുവൈത്തിൽ പോയി എന്നാണ് അറിഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 24-ാം തീയതി ആരും മറന്നു പോകരുത്, നമ്മുടെ SYS-ന്റെ മഹത്തായ സമ്മേളനം. അത് നമ്മുടെ സമ്മേളനമാണ്. കർണാടകയിലെ SYS-ന്റെ സമ്മേളനം 24-ാം തീയതി മംഗലാപുരം അഡ്യാർ കണ്ണൂരിൽ വെച്ച് നടക്കുമ്പോ ഇൻഷാ അല്ലാഹ് ആ മഹത്തായ പരിപാടിയിൽ നമുക്ക് നേതൃത്വം നൽകാൻ നമ്മുടെ എല്ലാവരുടെയും നേതൃത്വമായ ഭാരത മുസ്ലിം ജനകോട്ടികള ആധ്യാത്മിക ദൈശനിക മഹാനായക അഖില ഭാരത സുന്നി ഉലമാ ಒಕ್ಕೂಟದ ಮಹಾನ್ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿ ಸುನ್ನಿ ನವ ಜಾಗೃತಿಯ ಹರಿಕಾರ ಶೈಖುನಾ ಶೈಖುಜ್ಜಮಾನ್ ಶತಮಾನದ ಸಮುದ್ಧಾರಕ സുൽത്താനുൽ ഉലമാ AP ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഉസ്താദ് അവരുകൾ വരുന്നു. എല്ലാരും പോകണം, ഞങ്ങൾ എല്ലാരും അവിടെ പോകണം, ഞാൻ അടക്കം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാക്ക് ഉസ്താദിന്റെ പൊരുത്തമാണ്. ഇന്ന് മർക്കസിന്റെ ഏത് വിഷയങ്ങൾ വരുമ്പോ ഈ ചെറിയ പ്രായത്തിൽ പോലും ഞങ്ങൾ അങ്ങനെ ഒരു ചെറിയ പ്രായത്തിൽ മർക്കസിന്റെ പ്രവർത്തനങ്ങളെ മുന്നിൽ കണ്ട വേറൊരു സയ്യിദ് ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടോ ഇല്ല എന്നൊക്കെ ഞാൻ കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ മർക്കസിന്റെ ഏത് വിഷയത്തിലും വളരെ മുന്നിൽ. അങ്ങനെ ഉസ്താദിന് വലിയ ആശ്വാസവും പ്രതീക്ഷയുമാണ് ബഹുമാനപ്പെട്ട മുത്തന്നൂർ തങ്ങളുപ്പാപ്പ. അവരാണ് നിങ്ങൾ കണ്ടില്ലേ, മർക്കസിന്റെ വേദികളിൽ പോലും ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ദുആ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടതാണ്. ആ തങ്ങളവരുകളാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് വന്നിട്ടുള്ളത്. അവരുടെ ഉപദേശം കേൾക്കുകയാണ് നാം, അവരുടെ ദുആ കാമ്യം പറയുകയാണ്. അല്ലാഹു മഹാനവരുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഈ വേദിയിൽ ബഹുമാനപ്പെട്ട നമ്മുടെ കുമ്പക്കോടിൽ മുമ്പുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ നമ്മുടെ വേദിയിലുണ്ട്. അതുപോലെയുള്ള നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ മുസ്തഫാക്ക ഉൾപ്പെടെ വലിയ വലിയ ഉമറാക്കൾ, സംഘകുടുംബത്തിലെ നേതാക്കൾ, ഞങ്ങളെ മുഗർപ്പണ അദ്ദുച്ച ഉൾപ്പെടെ ഇങ്ങനെ ഒരുപാട് സംഘകുടുംബത്തിലെ നേതാക്കളും ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് സദസ്സിൽ. ഒരുപാട് ഇത്രയും ഉള്ളിൽ പോലും നിങ്ങളൊക്കെ വന്നത് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാന്റെ ഉപദേശം കേൾക്കാനാണ്. അതുകൊണ്ട് അല്ലാഹു നമ്മുടെ ഈ സദസ്സ് ഖബൂൽ ചെയ്യട്ടെ.
നിങ്ങളൊക്കെ ദുആ ചെയ്യണം എന്ന് വസിയ്യത്ത് ചെയ്ത് ഇൻഷാ അല്ലാഹ് നമ്മുടെ അർലടുക്ക ലത്തീഫ് സാഹിബ് അവരുടെ നേതൃത്വത്തിലായി നടക്കുന്ന മഹത്തായ പിന്നെ പരിപാടി ഇന്നലെ അവരിവിടെ വന്നുപോയി എന്ന് എന്നോട് പറഞ്ഞു. അവരുടെ നേതൃത്വത്തില് പിന്നെ നുസ്രത്തുൽ ഇസ്ലാം അസോസിയേഷൻ എലിമല അതിന്റെ 40ാം വാർഷികത്തോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെടുന്ന റൂബി ജൂബിലി എന്ന മഹത്തായ സമ്മേളനം, അവിടുത്തെ പുതിയ ഓഫീസ് ഉദ്ഘാടനം, ആത്മീയ സദസ്സ്, ഇതെല്ലാം ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി 1-2 തീയതികളിലായി അവിടെ നടക്കുകയാണ്. നിങ്ങൾ എല്ലാവരും സൗകര്യപ്രകാരം പോകണം എന്ന് 25 അതുപോലെ തന്നെ 25-ാം തീയതി നമ്മുടെ രാവിലെ 9:30 മണിക്ക് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ 24-ന് നമ്മുടെ മംഗൽ SYSന്റെ സമ്മേളനം കഴിഞ്ഞ് 25-ന് രാവിലെ 9:30 മണിക്ക് പള്ളങ്കോടിൽ വെച്ച് നടക്കുന്ന മഹത്തായ മദനിയം അക്കാദമിക്ക് ഇൻഷാ അല്ലാഹ് പിന്നെ അതിന് തറക്കല്ലിടൽ കർമ്മം ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകൾ നിർവഹിക്കുകയാണ്. അതിലെല്ലാം സംബന്ധിക്കണം, കൈകോർക്കണം എന്ന് ഓർമ്മപ്പെടുത്തി ദുആ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ജിഫ്രി തങ്ങളവരുകൾ ഇൻഷാ അല്ലാഹ് അവരുടെ അവിടെ പാണ്ടി ത്വാഹ ജുമാ മസ്ജിദ് പരിസരത്ത് വെച്ച് സ്വലാത്ത് വാർഷിക പരിപാടി ഫെബ്രുവരി 9-10 തീയതികളിലായി നടക്കുകയാണ്. സയ്യിദ് അബ്ദുർ റഷീദ് അലി ശിഹാബുദ്ദീൻ തങ്ങൾ പാണക്കാട്, സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ കണ്ണവം, സയ്യിദ് ഉമർ ജിഫ്രി അൽ ഹനീഫി തങ്ങളവരുകൾ ഇൻഷാ അല്ലാഹ് ഒക്കെ അവിടെ വരും. ഇൻഷാ അല്ലാഹ് അവരുടെയൊക്കെ ഖാദിം എന്ന നിലക്ക് സാധുവായ ഞാനും ഉണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ആ പരിപാടികളിൽ വിജയിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ദുആ വസിയത്തോടെ ഇവിടെ വന്നപ്പോ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാക്കും ഞങ്ങൾക്കൊക്കെ ഭക്ഷണം തന്നത് നമ്മുടെ ഇബ്രാഹിം മുസ്ലിയാർ അബ്ദുറഹ്മാൻ മുസ്ലിയാരാണ്. അദ്ദേഹം പറഞ്ഞു, താജുൽ ഉലമ തങ്ങളുപ്പാപ്പ ഇവിടെ ഒരിക്കൽ വന്നപ്പോ വീടില്ല, അപ്പൊ വീട് ഒന്ന് സ്വന്തം ഒരു വീട് വേണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ എങ്ങനെ തങ്ങളോട് പറയും? അപ്പൊ ഇവിടെ ഒരു മുഹമ്മദ് ഹാജി ഉണ്ടായിരുന്നു അല്ലെ, മർഹൂം മുഹമ്മദ് ഹാജി മൂപ്പർ താജുൽ ഉലമ തങ്ങൾ പാപ്പനോട് വലിയ ബന്ധായിരുന്നു. മാത്രമല്ല ആ ബന്ധം നല്ല ബന്ധമായതുകൊണ്ട് തന്നെ വഫാത്താകണ സമയത്ത് വലിയ വലിയ ഉമറാക്കളടക്കം പിന്നെ നടന്നിട്ട് പോയതാ. പക്ഷെ ഒരു വണ്ടിയിൽ തന്നെ താജുൽ ഉലമ തങ്ങൾ പാപ്പാന്റെ ജനാസ വരെ എത്തി എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാനിപ്പോ ഓർക്കുകയാണ്. അപ്പൊ ആ മുഹമ്മദ് ഹാജി അവരുള്ള സമയത്താണ് ഇയാൾ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ ഉറക്കെ മുഹമ്മദ് ഹാജി അങ്ങനെ പറഞ്ഞു, അപ്പൊ വീട് വേണം അല്ലേ, പള്ളിയിൽ തന്നെ ഇരുന്നാ മതിയോ എന്ന് ചോദിച്ച് തങ്ങൾ പാപ്പാന്റെ പിന്നെ കുപ്പായം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. കുപ്പായം കൊണ്ടുവന്ന കീശന്ന് ഒരു നല്ല സംഭാവന എടുത്തിട്ട് പറഞ്ഞു, ഇതാ വീടുണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒന്നും കയ്യിലുണ്ടായിട്ടില്ല, അൽഹംദുലില്ലാഹ് ഇന്ന് ഈ വീട് ഉണ്ടായി. അപ്പൊ അതിനോടുള്ള നന്ദി എന്ന നിലക്കാണ് മഹാന്മാരായ തങ്ങന്മാരൊക്കെ വരുമ്പോ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ സൗകര്യം ഒരുക്കിയത് എന്ന് അവർ പറഞ്ഞു. അല്ലാഹുവേ, നീ അവർക്കും അതുപോലെ തന്നെ അവരുടെ ഭാര്യ, മക്കള് 3 മക്കൾ പെൺമക്കൾ കല്യാണം കഴിഞ്ഞു, 4ാമത്തെ മകളുണ്ട്, 2 ആൺമക്കളുണ്ട്. അല്ലാഹുവേ, നീ അവർക്കൊക്കെ വലിയ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ എന്ന് ദുആ ചെയ്ത് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.